എഴുന്നേറ്റ് നിന്ന് നിറ കൈയടികളോടുകൂടി അവരെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ റെവറൻഡ് ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ട്, വെള്ളം ഫെറോന വികാരി റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി, പെരുമ്പാവൂർ MLA ശ്രീ മനോജ് മൂത്തേടൻ, ആയത്തുപടി വിശ്വാസ പരിശീലന വിഭാഗം ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ വർഗീസ് പുളിക്കൽ, ആയത്തുപടി വിശ്വാസ പരിശീലന വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിറിൽ കുന്നേക്കാടൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ ആൻഡോ SMS, വെള്ളം ഫെറോന സെക്രട്ടറി സിസ്റ്റർ ഹൃദ്യ ST, പ്രൊമോട്ടേഴ്സ് പ്രൊഫസർ ഷാജു മാത്യു, ശ്രീ ബിനീഷ് വർഗീസ്, ശ്രീമതി ജോബിൻ TP, ഹെഡ് മാസ്റ്റർ ശ്രീ ജെയ്സൺ ജോസഫ്, സെക്രട്ടറി ശ്രീമതി അനൂസ് ടാബി, പാസ്റ്റർ കൗൺസിൽ കാറ്റഗിസം കമ്മീഷൻ ചെയർമാൻ ശ്രീ ജെറാർഡ് PP, കൈക്കാരന്മാർ ശ്രീ ജോൺസൺ ആട്ടുകാരൻ, ശ്രീ ബിനോ MD, സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ ബിജു പീറ്റർ, വിൻസെന്റ് പോൾ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ ബിജു NR, മാതൃവേദി പ്രസിഡന്റ് ശ്രീമതി സിനി ബിജു, യൂത്ത് ഫോറം പ്രസിഡന്റ് ശ്രീമതി ലിസി ജോയ്, KCYM പ്രസിഡന്റ് ശ്രീ മിഥുൽ ജോസ്, CLC പ്രസിഡന്റ് ശ്രീ ആൽഡ്രിൻ വിൽസൺ, CML പ്രസിഡന്റ് ശ്രീ ജോപോൾ തദേവൂസ്, ഓൾഡർ ബോയ്സ് പ്രസിഡന്റ് മാസ്റ്റർ ഇമ്മാനുവൽ സിബി, സ്കൂൾ ലീഡേഴ്സ് കുമാരി ജാനറ്റ് സാജു ആൻഡ് മാസ്റ്റർ ടിബിൻ ബിജു, തിരുബാല സഖ്യം ലീഡർ മാസ്റ്റർ ഷാരോൺ ജെയ്സൺ. സ്നേഹമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. സങ്കീർത്തനം 33:13 എന്ന വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഈശോയുടെ നിരീക്ഷണത്തിലാണ്. ഐ ആം അണ്ടർ ദ സർവിലൻസ് ഓഫ് ജീസസ് എന്ന ആപ്തവാക്യവുമായി 2026-27 വിശ്വാസ പരിശീലന വർഷം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം കുട്ടികളുടെ ആത്മീയവും മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വെല്ലുവിളിയാകുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ക്രിസ്തുവിനൊപ്പം നടക്കാൻ ഈ അധ്യയന വർഷം ഇയർ ഓഫ് ഡിജിറ്റൽ വെൽനസ്സായി ആചരിക്കുമ്പോൾ വിശ്വാസ പരിശീലനവും പരിപോഷണവും കൂടുതൽ ഉണർവോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എലഗൻസ 2K26 എന്ന ഈ വർഷത്തെ വിശ്വാസ പരിശീലന വാർഷിക ദിനം ഇന്ന് ആയത്തുപടി നിത്യസഹായ മാതാവിന്റെ പള്ളിയങ്കണത്തിൽ ഗംഭീരമായി നാം ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും സംരക്ഷണവും സാന്നിധ്യവും നാം ഓരോരുത്തരുടെയും കൂടെ ഉണ്ടെന്നും അവിടുന്ന് നമ്മെ കരുണയോടെ നോക്കി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യം ഈ ഡിജിറ്റൽ യുഗത്തിന്റെ ഗാഡ്ജറ്റുകളെ വിവേകത്തോടെ കൈകാര്യം ചെയ്ത് ശ്രദ്ധയോടെ പഠിച്ച് പ്രാർത്ഥനയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ. ഇങ്ങനെ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ജീവിച്ച ഒരു വിശുദ്ധയുടെ തിരുനാൾ ദിനം കൂടിയാണല്ലോ ഇന്ന്. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമ്മ അനേകായിരങ്ങൾക്ക് സുവിശേഷത്തിന്റെ വെളിച്ചം പകരാൻ പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട വിളക്കാണ്. ആർദ്രതയിൽ വളരുന്ന വിദ്യാർത്ഥികളും വിശ്വാസ പരിശീലകരും കരുണയോടെ കരുതലായി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാകും. അങ്ങനെ മാർത്തോമാ സ്ലിഹയുടെ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ പുണ്യജീവിതങ്ങളുടെ വിശുദ്ധ വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും തിരുനാൾ മംഗളാശംസകൾ നേർന്നുകൊണ്ട് എലഗൻസ 2K26 വാർഷികാഘോഷ പരിപാടികൾ നമുക്ക് ആരംഭിക്കാം. ഈശ്വര സാന്നിധ്യം വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. സ്വർഗത്തിൽ വാഴും പിതാവേ, നിൻ നാമം വാഴ്ത്തപ്പെടണം. നിൻ പരിപാവന രാജ്യം മഹിമയോടൂഴിയിൽ വരണം. നിന്നിഷ്ടം സ്വർഗത്തിലെന്നാ പോലെ നിറവേറണം. നിത്യമൂഴിമേലും നിറവേറണം. നിത്യമൂഴിമേലും. ആമേൻ.
രാജ്യം ഞങ്ങൾക്കു നീന്നു തരണേ. നരരോടു ഞങ്ങൾ പൊറുക്കുന്ന പോൽ ഞങ്ങളോടും നീ പൊറുക്കേണമേ. പാപത്തിൽ വീഴാതെ രക്ഷിക്കണേ. തിന്മയിൽ നിന്നു നീ കാത്തിടണേ. തിന്മയിൽ നിന്നു നീ കാത്തിടണേ. ചിത്രകാരനും ഗാനരചയിതാവും പിസാറ്റ് എഞ്ചിനീയർ കോളേജിലെ സൂപ്പർവൈസറുമായ ജെയ്സൺ സാർ തന്റെ ഇടവകയിലെ മക്കളെ വിശ്വാസ പരിശീലനത്തിന്റെ ഉന്നതിയിലെത്തിക്കാൻ അതിന്റെ തലവനായി നിലകൊള്ളുന്നു. സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ ജെയ്സൺ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട വർഗീസ് അച്ച, പ്രിയ ജിമ്മി പൂച്ചക്കാട്ടച്ച, സിർലച്ച, മാടശ്ശേരി അച്ച, മറ്റ് വൈദികരെ, ബഹുമാനപ്പെട്ട മദർ, പ്രൊമോട്ടേഴ്സ്, കൈക്കാരന്മാർ, സംഘടനാ പ്രസിഡന്റുമാർ ഉൾപ്പെടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട സാന്നിധ്യങ്ങളെ, സദസ്സിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും എത്തിയിരിക്കുന്ന ഇടവക ജനങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ആയത്തുപടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അനുഗ്രഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അതുപോലെ അഭിമാനത്തിൻ്റെയും ദിനമാണ്. ഇടവകയ്ക്ക് ഈ നാടിന് മുഴുവൻ അനുഗ്രഹങ്ങളുടെ നറുമലരുകൾ വാരി വിതറിക്കൊണ്ട് വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷികവും നമ്മൾ ആഘോഷിക്കുന്നു. ഈ രണ്ട് മംഗളകാര്യങ്ങളും വളരെ ഭംഗിയായി ഇവിടെ നടക്കുന്നു. ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനാണ്, പ്രിയപ്പെട്ട വർഗീസ് പുളിക്കൽ അച്ഛനാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന ആ വചനം സ്വന്തം ജീവിതത്തിൽ അനർത്ഥമാക്കുകയാണ് അച്ഛൻ ചെയ്യുന്നത്. നമ്മുടെ ഇടവകയിലെ ഓരോ അംഗത്തെയും പേര് ചൊല്ലി വിളിക്കാനുള്ള സ്നേഹവും കരുതലും അച്ഛനുണ്ട്. വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് അച്ഛൻ എല്ലാം കൃത്യമായിട്ട് നമ്മളോട് കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. പ്രിയപ്പെട്ട വർഗീസ് പുളിക്കൽ അച്ഛനെ, നമ്മുടെ വികാരി അച്ഛനെ ഏവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായി സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറലായ പ്രിയ ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ടിലച്ഛനാണ്. അച്ഛൻ ഏറെക്കാലം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ പരിശീലന ഡയറക്ടറും കൂടിയായിരുന്നു. ആ സമയത്ത് ഞാനും അധ്യാപകനായിട്ടുണ്ടായിരുന്നു. അച്ഛൻ വളരെ സ്നേഹത്തോടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നടത്താനായിട്ട് സമ്മതിക്കുകയും ചെയ്തു. നമ്മളോടുള്ള സ്നേഹത്തിനും കരുതലിന്റെയും സൂചനയാണത്. അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ വാർഷികാഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മംഗളദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ വല്ലം ഫൊറോന വികാരി അച്ഛൻ, പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ മാടശ്ശേരി അച്ഛനാണ്. നമ്മുടെ ഫൊറോന വികാരി എന്ന നിലയിൽ നമ്മുടെ ഇടവകയ്ക്കും വിശിഷ്യ നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്തും അച്ഛൻ എല്ലാ കാര്യത്തിലും
വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ പറയുകയും അച്ഛന്റെ സാന്നിധ്യം നമ്മളെപ്പോഴും അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. അച്ഛന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും മുമ്പിൽ എല്ലാവിധ സ്നേഹാശംസകളും ആശംസിച്ചുകൊണ്ട് അച്ഛനെ ഈ വേദിയിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇടവാംഗം തന്നെയായ ഷിനോയ് അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ ഒരു ലീവായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അച്ഛൻ വന്ന സമയത്ത് നമ്മുടെ വാർഷികാഘോഷം നടത്താൻ പറ്റിയത് തന്നെ നമ്മുടെ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ബഹുമാനപ്പെട്ട സിറിലച്ചൻ നമ്മുടെ യുവജനങ്ങളുടെ ചങ്കാണച്ചൻ. അച്ഛൻ എല്ലാ കാര്യത്തിലും ഓടി നടന്നാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഇതേ വേദിയിലേക്കാണ് അച്ഛൻ ഈ ഇടവകയിലേക്ക് വരുന്നത്. ഇന്ന് കൃത്യം ഒരു വർഷം പൂർത്തിയാകുന്നു അച്ഛൻ നമ്മുടെ ഇടവയിൽ വന്നിട്ട്. ഈ ഒരു വർഷക്കാലം കൊണ്ട് നമ്മുടെ ഇടവകയിലെ എല്ലാവരുമായിട്ടും ഏറ്റവും വളരെ സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട് അച്ഛന് സാധിച്ചു. പ്രിയ ബഹുമാനപ്പെട്ട സിറിൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മദർ സിസ്റ്റർ ആൻഡോ നമ്മോടൊപ്പം ഉണ്ട്. ഈ മഠത്തിലുള്ള 2 സിസ്റ്റേഴ്സ് നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്ത് നമ്മോടൊപ്പം സേവനം ചെയ്യുന്നു. മദർ എല്ലാ കാര്യത്തിലും എപ്പോഴും നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. വിശ്വാസ പരിശീലന രംഗത്തും കുടുംബ യൂണിറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും മദർ വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചു വരുന്നു. മദറിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട 3 പ്രൊമോട്ടേഴ്സ്, ജോമിൻ സാറ് തോട്ടുവ ഇടവാംഗമാണ്, ഷാജു സാറ് വല്ലം ഇടവാംഗമാണ്, ബിനീഷ് സാറ് ചേരാനല്ലൂർ ഇടവാംഗമാണ്. ബിനീഷ് സാറ് ഇവിടെ എത്താൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോമിൻ സാറും ഷാജു സാറും നമ്മോടൊപ്പം ഉണ്ട്. ഷാജു സാറ് ഈയിടെയായിട്ട് ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറേറ്റിന്റെ തിളക്കത്തിലാണ്. ജോമിൻ സാറിനെയും ഷാജു സാറിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഫൊറോന സെക്രട്ടറി സിസ്റ്റർ ഹിദ്യ നമ്മോടൊപ്പം ഉണ്ട്, സദസ്സിലുണ്ട്. സിസ്റ്ററിനെയും ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിരൂപത പാസ്റ്റർ കൗൺസിൽ കാറ്റഗിസം കമ്മീഷന്റെ ചെയർമാനായിട്ട് നമ്മുടെ ഇടവാംഗമായ ജെറാർഡ് സാറാണ് ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സാറ് ഏതാണ്ട് 40 വർഷത്തിലേറെയായി ഈ വിശ്വാസ പരിശീലന രംഗത്തുണ്ട്. അതുപോലെ തന്നെ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി, അതിരൂപത പ്രൊമോട്ടർ, ഫൊറോന പ്രൊമോട്ടർ എന്നീ നിലകളും നമ്മുടെ ഇവിടുത്തെ HM എന്നീ നിലകളെല്ലാം സാറ് പ്രവർത്തിച്ചു വരുന്നു. ഇടവകയിലെയും നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സാർ ഏറ്റവും മുന്നിലുണ്ട്. PP ജെറാർഡ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തോളുന്നു. നമ്മുടെ 2 ബഹുമാനപ്പെട്ട കൈക്കാരന്മാര് ബിനോ സാറും ജോൺസൺ ആട്ടുകാരനും. ബിനോ സാറ് നമ്മളോടൊപ്പം വിശ്വാസ പരിശീലന രംഗത്തുണ്ട്. ജോൺസൺ, ഈ 2 യുവജനങ്ങളാണ് നമ്മുടെ 2 കൈക്കാരന്മാരായിട്ടുള്ളത്. ഏറ്റവും കാര്യക്ഷമമായിട്ട് അവര് ഇടവകയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. 2 കൈകാരന്മാരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി അനു ടീച്ചർ നമ്മുടെ ഒപ്പം ഉണ്ട്. അനു ടീച്ചറാണ് ഇതിന്റെ ഒരു നെടുന്തൂടുന്നതെന്ന് തന്നെ പറയാം. കാരണം ഒരു അധ്യാപികയായ അനു ടീച്ചറിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. അനു ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ വൈസ് ചെയർമാൻ ബിജു സാറ് നമ്മോടൊപ്പം ഉണ്ട്, വേദിയിലുണ്ട്. ബിജു സാറ് മുൻ HM ആയിരുന്നു. ഇപ്പോൾ കുടുംബ യൂണിറ്റുകളുടെ സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാനാണ്. 24 കുടുംബ യൂണിറ്റുകളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. ബിജു സാറിനെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്കൂൾ ലീഡേഴ്സ് ടിബിൻ, ജാനറ്റ്, സാജു എന്നിവർ നമ്മോടൊപ്പം ഉണ്ട്. 2 പേരെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
നമ്മുടെ മാതാപിതാക്കളുടെ പ്രതിനിധികൾ സെബാസ്റ്റ്യൻ പോളും അനു ആന്റണിയും നമ്മുടെ ഒപ്പം ഉണ്ട്. എല്ലാ യൂണിറ്റിൽ നിന്നും നമ്മൾ 2 പേരെ വീതം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു കോർ കമ്മിറ്റി ഉണ്ട്. അതിന്റെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ലീഡേഴ്സാണ് അവർ 2 പേരും. സെബാസ്റ്റ്യൻ പോളിനെയും അനു ആന്റണിയെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിവിധ സംഘടനകളുടെ പ്രസിഡന്റുമാര് നമ്മുടെ ഈ വേദിയിൽ ഇന്ന് ഉപവിഷ്ടരാണ്. വിൻസെന്റ് പോൾ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ബിജു റാഫേൽ നാലുകണ്ടത്തിൽ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം പാരീഷ് കൗൺസിൽ സെക്രട്ടറി കൂടിയാണ്. ബിജുവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാതൃവേദിയുടെ പ്രസിഡന്റായിട്ടുള്ള സിനി ബിജു നാലുകണ്ടത്തിൽ ഈ വേദിയിലുണ്ട്. സിനി ബിജുവിനെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. CML സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ജോപോൾ തദേവൂസ് ഈ വേദിയിൽ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജോപോളിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. CLC സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ആൽഡിൻ വിൽസൺ നമ്മോടൊപ്പം ഉണ്ട്. ആൽഡിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. KCYM സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ മിഥുൽ ജോസ് നമ്മോടൊപ്പം ഉണ്ട്. ഈ വേദി അലങ്കരിക്കുന്ന ശ്രീ മിഥുൽ ജോസിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യൂത്ത് ഫോറം പ്രസിഡന്റ് ലിസി ജോയ് നമ്മോടൊപ്പം ഉണ്ട്. ലിസി ജോയിയെ ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആൾട്ടർ ബോയ്സിന്റെ ലീഡറായിട്ടുള്ള എമ്മാനുവൽ സിബി ഈ വേദിയിലുണ്ട്. ഇമ്മാനുവലിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവാല സഖ്യം സംഘടനയുടെ ലീഡറായിട്ടുള്ള ഷാരോൺ ജെയ്സൺ ഈ വേദിയിലുണ്ട്. ഷാരോണിനെ ഏവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുകൂടാതെ നമ്മുടെ അസിസ്റ്റന്റ് HM സാബു സാറ്, ജോയിന്റ് സെക്രട്ടറി ഷൈജി ടീച്ചർ, മറ്റ് സിസ്റ്റേഴ്സ്, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള വിവിധ കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന കുഞ്ഞുമക്കൾ, അവരെ ഒരുക്കാനായിട്ടുള്ള പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ടവര്, പാരീഷ് കൗൺസിൽ അംഗങ്ങള്, കുടുംബ യൂണിറ്റ് സംഘടനാ ഭാരവാഹികള്, അവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകര്, ഏതാണ്ട് 45ഓളം അധ്യാപകരാണ് നമുക്കുള്ളത്. അവര് രാവും പകലും ഏറെ നാളായിട്ട് ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനുമായിട്ട് എന്നും അക്ഷീണം പ്രയത്നിക്കുകയാണ്. എല്ലാ അധ്യാപകരെയും ഇവിടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇടവാംഗങ്ങള്, നാട്ടുകാര്, മറ്റ് സഹോദരന്മാരെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക്, എലഗൻസ 2026 എന്ന വിശ്വാസ പരിശീലന വാർഷിക പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട MLA വരാനായിട്ട് MLA വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് തിരക്കുകളുള്ളതുകൊണ്ടാണ് സാന്നിധ്യത്തിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ടും ഈ മംഗളസുദിനത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് മേരി, ജയ് ജീസസ്. താങ്ക് യു ഡിയർ ജെയ്സൺ സാർ. കുട്ടികളെ മനസ്സിലാക്കാനും അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും അവസരമൊരുക്കുകയും അധ്യാപകരുടെ ജോലികൾ സുഗമമാക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ സെക്രട്ടറി അനു ടീച്ചറിനെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ആയത്തുപടി വിശ്വാസ പരിശീലന വിഭാഗത്തെ സധൈര്യം മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട HM ജെയ്സൺ സാറിന് എലഗൻസ 2K25 ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. ആദരണീയരായ വൈദികരെ, സിസ്റ്റേഴ്സ്, വിശ്വാസ പരിശീലകരെ, പ്രിയ ഇടവക ജനമേ, സഭാ ജീവിതത്തിന്റെ ആത്മാവായ വിശ്വാസ പരിശീലനത്തിന്റെ പാതയിൽ മറ്റൊരു നാഴികക്കല്ലോട് കൂടി പിന്നിട്ടിരിക്കുകയാണ്.
വിശ്വാസത്തിൽ വേരൂന്നിയ തലമുറ എന്ന ലക്ഷ്യത്തിനായി ഈശോയിലാണ് എന്റെ പ്രത്യാശ എന്ന ആപ്തവാക്യം ശിരസാവഹിച്ച് 2025-26 അധ്യയന വർഷം ആയിത്തുപടി നിത്യസഹായമാത വിശ്വാസ പരിശീലന യൂണിറ്റ് നടത്തിയ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ വായിച്ചവതരിപ്പിക്കുന്നത്. 516 വിദ്യാർത്ഥികളും 42 അധ്യാപകരും കർമ്മനിരതരായ ഡയറക്ടർ റെവറൻ ഡോക്ടർ വർഗീസ് പുളിക്കൽ, അസിസ്റ്റന്റ് ഡയറക്ടർ റെവറൻ ഫാദർ സിറിൽ കുന്നേക്കാടൻ, ഹെഡ് മാസ്റ്റർ ശ്രീ ജെയ്സൺ ജോസഫ് എന്നിവരുടെ ആത്മീയ നേതൃത്വത്തിൽ ജൈത്രയാത്ര തുടരുന്ന ആയിത്തുപടി യൂണിറ്റിൽ എല്ലാ ഞായറാഴ്ചകളിലും 9 മണിയുടെ ദിവ്യബലിയോടനുബന്ധിച്ച് 8:45 മുന്നൊരുക്ക ശുശ്രൂഷയോടെ ആരംഭിക്കുന്ന വിശ്വാസ പരിശീലനം 12 മണിക്ക് സമാപിക്കുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രതിമാസ പ്രാർത്ഥനാ യോഗങ്ങൾ എല്ലാ മാസവും അവസാന വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരത്തെ ദിവ്യബലിക്ക് ശേഷം ജപമാലയോടെ അധ്യാപകരുടെ പ്രാർത്ഥനായോഗം ചേരുകയും പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുൻ മാസങ്ങളിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നു. പ്രതിമാസ യോഗങ്ങൾക്ക് മുമ്പ് 10 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് തയ്യാറാക്കുന്ന പ്രവർത്തന രൂപരേഖ പൊതുയോഗത്തിൽ അവതരിപ്പിച്ച് കൂടുതൽ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് അവ നടപ്പാക്കുന്നു. അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി ഇഗ്നൈറ്റ് 2K25 ആയിത്തുപടിയിലെ വിശ്വാസ പരിശീലകർക്കായി കഴിഞ്ഞ മെയ് മാസത്തിൽ ചുണങ്ങവേലി നിവേദിതയിൽ വെച്ച് നടത്തിയ സൈക്കോ സ്പിരിച്വൽ ട്രെയിനിങ് ഇഗ്നൈറ്റ് 2K25 ഇവിടുത്തെ എല്ലാ അധ്യാപകരും പങ്കെടുത്തു. പ്രവർത്തന വർഷോദ്ഘാടനം ഈശോയിലാണ് എന്റെ പ്രത്യാശ എന്ന ആപ്തവാക്യത്തിലൂന്നി 2025-26 അധ്യയന വർഷത്തെ ഇടവക തല വിശ്വാസ പരിശീലന വർഷോദ്ഘാടനം 2025 ജൂൺ 1 ഇടവക ഡയറക്ടർ റെവറൻ ഡോക്ടർ വർഗീസ് പുളിക്കൽ നിർവഹിച്ചു. അന്നേ ദിവസത്തെ പരിപാടികൾക്ക് വിശ്വാസ പരിശീലകരും PCC അംഗങ്ങളും നേതൃത്വം നൽകി. തദവസരത്തിൽ വിശ്വാസ പരിശീലകരെയും PCC അംഗങ്ങളെയും കുട്ടികൾക്കായി പരിചയപ്പെടുത്തി. പ്രവേശനോത്സവം വിശ്വാസ പരിശീലന കുടുംബത്തിലേക്ക് ആദ്യമായി കടന്നുവന്ന കുഞ്ഞുമക്കളുടെ പ്രവേശനോത്സവം ജൂൺ 8 നടത്തി. പ്രസ്തുത ദിനത്തിലെ പരിപാടികൾക്ക് നവാഗതരും അവരുടെ മാതാപിതാക്കളും 1-ാം ക്ലാസ്സിൽ അധ്യാപകരും നേതൃത്വം നൽകി. 2025-26 അധ്യയന വർഷത്തേക്കുള്ള വിശ്വാസ പരിശീലന ഡയറിയുടെ പ്രകാശന കർമ്മം റെവറൻ ഡോക്ടർ വർഗീസ് പുളിക്കൽ നിർവഹിച്ചു. ഇടവക നേതൃത്വത്തെ പരിചയപ്പെടുത്തൽ ഇടവക സമൂഹത്തെ വിശ്വാസത്തിലും സ്നേഹത്തിലും സേവനത്തിലും നയിക്കുന്ന ശക്തിയാണ് ഇടവക നേതൃത്വം. ഇടവകയ്ക്കായി സ്തുത്യർഹമായി സേവനം ചെയ്യുന്നവരെ കുട്ടികൾക്കായി പരിചയപ്പെടുത്തി. വൈദികർ, സിസ്റ്റേഴ്സ്, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, കെയർ ടേക്കർ, ഓഡിറ്റേഴ്സ് എന്നിവരെയാണ് കുട്ടികൾക്കായി പരിചയപ്പെടുത്തിയത്. PCC രൂപീകരണം 24 യൂണിറ്റുകളിൽ നിന്നും വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് 2 പേരെ വീതം പ്രതിനിധികളായി തെരഞ്ഞെടുത്ത് 48 പ്രതിനിധികളും അധ്യാപകരും ചേർന്ന് 90-അംഗ PCC കൗൺസിൽ രൂപീകരിച്ചു. ശ്രീ മെജേഷ് PC, ശ്രീമതി മൃദുല സാബു എന്നിവർ PCC ലീഡർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് 1 മുതൽ 12 വരെ ക്ലാസുകളിൽ നിന്നും 2 പേരെ വീതം ക്ലാസ് ലീഡേഴ്സായി തെരഞ്ഞെടുക്കുകയും അവരിൽ നിന്നും ടിബിൻ ബിജു തെങ്ങോട്ട് വിളയിൽ, ജാനറ്റ് സാജു പള്ളിക്കരക്കാരൻ എന്നിവരെ സ്കൂൾ ലീഡേഴ്സായും ജേക്കബ് പീറ്റർ മണിയച്ചേരി, ക്രിസ് എലീന ധവാൻ പള്ളിക്കരക്കാരൻ എന്നിവരെ ഡെപ്യൂട്ടി ലീഡർമാരായും തെരഞ്ഞെടുത്തു. ക്ലാസുകളുടെ നേതൃത്വത്തിലുള്ള ദിവ്യബലി എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ദിവ്യബലിക്ക് അതാതു ക്ലാസുകളിലെ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും ചേർന്ന് നേതൃത്വം നൽകുന്നു. തദവസരത്തിൽ വിശുദ്ധ ഗ്രന്ഥ വായനകൾ, തിരിതെളിക്കൽ, കാഴ്ച സമർപ്പണം എന്നിവ മാതാപിതാക്കളോടൊപ്പം കുട്ടികൾ നടത്തുന്നു. സ്വർഗീയ വിശുദ്ധരെ പരിചയപ്പെടുത്തൽ ഓരോ ക്ലാസ്സിനും ഓരോ വിശുദ്ധരുണ്ട്. അവരെ കുറിച്ചറിയുന്നതിനും അവർ പകർന്നു നൽകിയ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്നതിനും സഹായിക്കും വിധം വിശുദ്ധരുടെ ലഘുജീവചരിത്രം ക്ലാസിന്റെ നേതൃത്വത്തിലുള്ള ദിവ്യബലിക്ക് ശേഷം സ്കിറ്റ്, സംഭാഷണം, പ്രസംഗം എന്നിങ്ങനെയുള്ള രീതികളിലൂടെ അവതരിപ്പിക്കുന്നു. വാർത്താ ബോർഡ് ഓരോ ഞായറാഴ്ചകളിലും ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന കുട്ടികൾ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹായത്താൽ തയ്യാറാക്കിയ ബൈബിൾ ചിന്തകൾ, വിശുദ്ധരുടെ ചിത്രങ്ങൾ, ലഘുക്കുറിപ്പുകൾ, തിരുനാളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ബൈബിൾ വചനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ബോർഡ് മനോഹരമാക്കുന്നു. ലോഗോസ് ക്വിസ് വിശുദ്ധ ഗ്രന്ഥ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 5 മുതൽ 12 വരെ ക്ലാസുകളിലെ എല്ലാ കുട്ടികളും 2025 സെപ്റ്റംബർ 28 നടന്ന ലോഗോസ് ക്വിസിൽ പങ്കെടുത്തു. സന്നദ്ധതാ പ്രവർത്തനങ്ങൾ നിന്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നീ സഹായം ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ക്രിസ്തുവാക്യം ശിരസാവഹിച്ചുകൊണ്ട് കരുണ കാണിക്കേണ്ടവരോട് അത് കാണിക്കാനും തന്റെ ഓഹരിയിൽ നിന്ന് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കണം എന്ന് തിരിച്ചറിയുന്നതിനുമായി
എല്ലാ ഞായറാഴ്ചകളിലും ജീവകാരുണ്യ നിധി ശേഖരിക്കുകയും കഴിഞ്ഞ വർഷം 35,000 രൂപ വിവിധ ഭവനങ്ങളിലേക്ക് സഹായം എത്തിക്കുകയും ചെയ്തു. +1 വിദ്യാർത്ഥികളുടെ സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി മങ്കുഴിയിലുള്ള ജീസസ് ഭവൻ സന്ദർശിക്കുകയും അവർക്ക് സാമ്പത്തികവും അല്ലാതെയുമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു. +2 വിദ്യാർത്ഥികൾ അഡോപ്റ്റ് എ ഫാമിലി പ്രൊജക്ടിന്റെ ഭാഗമായി ഇടവക പരിധിയിൽ ഉൾപ്പെട്ട ഒരു അക്രൈസ്തവ കുടുംബത്തെ ദത്തെടുക്കുകയും അവരുടെ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് ബിരിയാണി ചലഞ്ചിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും ശേഖരിച്ച 45,000 രൂപ സംഭാവനയായി നൽകി. വിവിധ ഭവനങ്ങളുടെ സന്ദർശനം സമൂഹത്തിലെ ഒറ്റപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായവരെ കാണുകയും അവർക്കായി ശുശ്രൂഷ ചെയ്യുകയും വേണം എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 4 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികൾ കോടനാട് ആനന്ദഭവൻ, മങ്കുഴി ജീസസ് ഭവൻ, സ്നേഹതീരം ഇളമ്പകപ്പിള്ളി എന്നീ ഭവനങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ സഹോദരങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു. കുട്ടികൾ സമാഹരിച്ച തുകയും നിത്യോപയോഗ സാധനങ്ങളും അവർക്ക് കൈമാറി. സംഘടനാ പ്രവർത്തനങ്ങൾ. ക്രൈസ്തവ സംഘടനകളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി ശനിയാഴ്ചകളിൽ രാവിലെ 6 മണിയുടെ ദിവ്യബലിക്ക് ശേഷം CLC, CML, തിരുബാല സഖ്യം എന്നീ സംഘടനകളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തിവരുന്നു. പ്രതിഷേധ പ്രകടനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർ നേരിടുന്ന അക്രമങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ലെന്റ് സഫാരി. 25, 50 നോമ്പുകാലങ്ങളിൽ അനുദിന ദിവ്യബലിയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർക്കും 1 വർഷം മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവർക്കും സമ്മാനങ്ങൾ നൽകി വരുന്നു. 250-ലേറെ വിദ്യാർത്ഥികളാണ് ലെന്റ് സഫാരിയിലൂടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയത്. എഫ്രായിം വിഷൻ ആയിത്തുപടിയുടെ സ്വന്തം വാർത്താ ചാനൽ. വാർത്താ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ നാം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ അറിയേണ്ടതായ സഭാവാർത്തകൾ, ഇടവക വാർത്തകൾ എന്നിവയെ കോർത്തിണക്കി എഫ്രായിം വിഷൻ വാർത്താ ചാനലിന്റെ അവതരണം നടത്തിവരുന്നു. സത്യദീപം ക്യൂസ്. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും ക്രൈസ്തവ മൂല്യങ്ങൾ ആർജിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായി എല്ലാ ആഴ്ചയിലെയും സത്യദീപത്തിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതം നൽകുകയും ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് ക്യാഷ് അവാർഡും പങ്കെടുക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി വരുന്നു. സത്യദീപം രചനകൾ. കുട്ടികളിൽ സർഗാത്മകത വളർത്തുന്നതിനും അത് കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിന്റെയും ഭാഗമായി സത്യദീപം ഇംഗ്ലീഷ് എഡിഷനുകളിലേക്ക് വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന രചനകൾ കുട്ടികൾ നൽകുകയും അവ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കയ്യെഴുത്ത് മാസിക. കുഞ്ഞുമക്കളിൽ രചനാ വൈഭവമുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കയ്യെഴുത്ത് മാസിക തയ്യാറാക്കി. കയ്യെഴുത്ത് മാസികയിലേക്കുള്ള രചനകൾ മത്സരാടിസ്ഥാനത്തിൽ ശേഖരിച്ചു. ഈശോയിലാണ് എന്റെ പ്രത്യാശ എന്ന ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ മാസിക മനസ്വിതയുടെ പ്രകാശന കർമ്മം ഫാദർ ഷെറിൻ ചിരപ്പറമ്പൻ, ഫാദർ ലൂയിസ് പാറപ്പുറം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മാതാപിതാക്കൾക്കുള്ള സെമിനാർ. വിശ്വാസ പരിശീലനത്തിന്റെ പ്രഥമ കളരി കുടുംബമാണല്ലോ. പ്രഥമ വിശ്വാസ പരിശീലകർ മാതാപിതാക്കളും ആയതിനാൽ മാറുന്ന ലോകത്തിൽ മക്കൾക്ക് എങ്ങനെ ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്ന് നല്ല മാതാപിതാക്കളാകാം, പുതിയ തലമുറയെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി മാതാപിതാക്കൾക്കായി അർദ്ധദിന സെമിനാർ സംഘടിപ്പിച്ചു. ഫാദർ ജോപോൾ കിരിയാന്തൻ ക്ലാസ് നയിച്ചു. തുറന്ന ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ലക്കി പാരന്റ്സിനെ തെരഞ്ഞെടുത്തു. +2 വിദ്യാർത്ഥികളുടെ വിശ്വാസ പ്രഖ്യാപനം. 12 വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് ശേഷം ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ, ക്രൈസ്തവികതയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സമൂഹത്തിന്റെ നാനാ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഡിപ്ലോമ 2ാം വർഷ വിദ്യാർത്ഥികളുടെ വിശ്വാസ പ്രഖ്യാപനം 2026 ഫെബ്രുവരി 1-ാം തീയതി നടത്തി. അന്നേ ദിവസത്തെ ദിവ്യബലിക്കും അനുബന്ധ കാര്യങ്ങൾക്കും +2 വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. മാതാപിതാക്കളുടെ അനുഗ്രഹ പ്രാർത്ഥനകൾക്ക് ശേഷം വിദ്യാർത്ഥികൾ വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറഞ്ഞു. പരീക്ഷ ഒരുക്ക പ്രാർത്ഥനാ ശുശ്രൂഷ. 10, 11, 12 ക്ലാസുകളിലെ കുട്ടികൾക്കായി പരീക്ഷ ഒരുക്ക പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തി. പരിശുദ്ധ ആരാധനയോടെ നടത്തിയ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു. പ്രൊമോട്ടേഴ്സ് വിസിറ്റ്. യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി വല്ലം ഫൊറോന കൗൺസിൽ സെക്രട്ടറി റവൻ സിസ്റ്റർ അമല SD, പ്രൊമോട്ടർമാരായ ശ്രീ ഷാജു മാത്യു, ശ്രീ ജോമിൻ TP, ശ്രീ ബിനീഷ് ബേബി എന്നിവരടങ്ങുന്ന സംഘം 2025 ജൂലൈ 6-ന് യൂണിറ്റ് സന്ദർശിക്കുകയും വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. ഫൊറോന അതിരൂപതാതല പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം. അതിരൂപതാ വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന
എലൈവ്, എൻലൈറ്റ്, മതാധ്യാപക കൺവെൻഷൻ, കൗൺസിലിംഗ് കോഴ്സ്, BOC, ഇൻവിജിലേഷൻ ഡ്യൂട്ടി, മൂല്യനിർണ്ണയ ക്യാമ്പുകൾ എന്നിവയിൽ ആയത്തുപടി യൂണിറ്റ് സജീവ സാന്നിധ്യമാണ്. എലൈവ് 2025 വല്ലം ഫൊറോനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ ആതിഥേയത്വം നമ്മുടെ യൂണിറ്റ് ഏറ്റെടുക്കുകയും ആവശ്യമായ ഭൗതിക സാങ്കേതിക സഹായങ്ങൾ നൽകുകയും ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയ വോൾ മാഗസിൻ കോമ്പറ്റീഷൻ, കാർലോ ബീറ്റ്സ് ഡാൻസ് കോമ്പറ്റീഷൻ, കയ്യെഴുത്ത് മാഗസിൻ മത്സരം എന്നിവയിലും യൂണിറ്റ് സാന്നിധ്യം അറിയിച്ചു. അക്കാദമിക പ്രവർത്തനങ്ങൾ. മെച്ചപ്പെട്ട അക്കാദമിക നിലവാരം നിലനിർത്തുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്ക് എല്ലാ മാസവും ക്ലാസ് ടെസ്റ്റുകൾ, മിഡ് ടേം, സെമസ്റ്റർ പരീക്ഷകൾ നടത്തിവരുന്നു. ക്ലാസ് അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്കും അതിരൂപത തലത്തിൽ A+ കരസ്ഥമാക്കുന്നവർക്കും ക്യാഷ് അവാർഡുകൾ നൽകി വരുന്നത് ഏറെ പ്രശംസനീയമാണ്. ക്യാഷ് അവാർഡുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഏവരെയും നന്ദിയോടെ ഓർക്കുന്നു. 2025-26 അധ്യയന വർഷത്തിൽ അതിരൂപത തലത്തിൽ 8 കുട്ടികൾ A+ ഗ്രേഡും 9 കുട്ടികൾ A ഗ്രേഡും കരസ്ഥമാക്കി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. IBC 2026 അവധിക്കാല ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് ഏപ്രിൽ 7, 8, 9 തീയതികളിൽ നടത്തപ്പെട്ടു. ഹോളിഗ്രാം എന്ന പേരിൽ നടത്തപ്പെട്ട പരിപാടിയിൽ ദിവ്യബലി, പ്രാർത്ഥനാ ശുശ്രൂഷ, വിവിധ കളികൾ, ചർച്ചകൾ, ക്ലാസുകൾ, വർക്ക് ബുക്ക് പ്രവർത്തനങ്ങൾ, മത്സര പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. 3ാം ദിവസം നടത്തിയ ക്യാമ്പ് ഫയർ ഉൾപ്പെടെയുള്ള പരിപാടികൾ കുട്ടികൾക്ക് വേറിട്ട ഒരനുഭവമായിരുന്നു. അനുമോദനങ്ങൾ, ആശംസകൾ. വിശ്വാസ പരിശീലക രംഗത്ത് രജത ജൂബിലി നിറവിലായിരിക്കുന്ന ശ്രീ PC ജോസ് പാറപ്പുറത്തിന് സ്നേഹാദരവുകൾ. അതിരൂപത, ഫൊറോന, ഇടവക നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ വിശ്വാസ പരിശീലന കുടുംബത്തിന്റെ ഭാഗമാണെന്നത് ഏറെ അഭിമാനത്തോടെ പറയട്ടെ. അതിരൂപത കാറ്റഗിസം കമ്മീഷൻ ചെയർമാനും പാസ്റ്ററൽ കൗൺസിൽ അംഗവുമായ ശ്രീ ജെറാർഡ് PP, CLC ഫൊറോന സെക്രട്ടറി ശ്രീ ജോഫിൻ ജോർജ്, സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ ബിജു പീറ്റർ, ഇടവക കൈക്കാരൻ ശ്രീ ബിനോ MD, മരണാനന്തര സഹായനിധി ഭാരവാഹികളായ ശ്രീ PC ജോസ്, ശ്രീ ജോണി MA എന്നിവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈശോയിലാണ് എന്റെ പ്രത്യാശ എന്ന ആപ്തവാക്യത്തിലൂന്നി അറിവിനോടൊപ്പം ആത്മീയതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 2025-26 അധ്യയന വർഷത്തെ ഓരോ പ്രവർത്തനവും നാം ക്രമീകരിച്ചത്. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വിജയകരമാക്കാൻ ആത്മീയമായ നേതൃത്വവും പ്രോത്സാഹനവും നൽകിയ വൈദികർക്കും സിസ്റ്റേഴ്സിനും PCC അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ജൂലൈ 26 വിശുദ്ധരായ അന്നയുടെയും യോവാക്കിമിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ വിശ്വാസം കുടുംബങ്ങളിലൂടെ തലമുറകളിലേക്ക് പകരുന്ന, കനൽ വഴികളിലും പതറാതെ നിന്ന ജീവിത ശൈലിയിൽ ഊന്നിയ അവരുടെ മാതൃക പിന്തുടരാൻ നമുക്ക് പുതുവഴി തെളിയട്ടെ. നമ്മുടെ കുട്ടികൾ ഈശോയിൽ പ്രത്യാശയുറച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും സേവനത്തിലും വളരാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർഷിക റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി അനൂസ് ടാബി. നമ്മുടെ നാടിൻ്റെ വിശിഷ്യ നമ്മുടെ ഇടവകയുടെ അഭിമാനമായ പ്രിയപ്പെട്ട MLA ശ്രീ മനോജ് എത്തിച്ചേർന്നിട്ടുണ്ട്. മനോജിനെ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പള്ളിമുറ്റത്ത് കളിച്ച് വളർന്ന് CLC സംഘടനയോടെ വളർന്ന് വിദ്യാർത്ഥി സംഘടനയോടെ ഒരുപടി ഉയരത്തിലേക്ക് എത്തി MLA ആകുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ എറണാകുളം ജില്ലയുടെ തന്നെ അമരക്കാരനായിട്ട് പ്രവർത്തിച്ച് ഇപ്പോൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായി തീർന്ന ശ്രീ മനോജിനെ ഏവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ടീച്ചർ. ആയത്തൂടെ ഇടവകയുടെ നെടുന്തൂണ് പ്രായഭേദമന്യ ഒരു പുഞ്ചിരിയിലൂടെ സൗഹൃദം പങ്കുവയ്ക്കുകയും ഭക്തി നിർഭയമായി ബലിയർപ്പിക്കുകയും സുവിശേഷ ഭാഗം ലളിതമായി വിചിന്തനം ചെയ്യുകയും ജനങ്ങളെ വിശ്വാസ തീക്ഷ്ണതയിലേക്ക് നയിക്കുകയും ഇടവകയിലെ മക്കൾക്ക് നിരവധി സമ്മാനങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം വികാരി ഫാദർ വർഗീസ് പുളിക്കലച്ചനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എലഗാൻസ 2026 വലിയ ആഘോഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആഘോഷം ഏറ്റവും മനോഹരമാക്കാനായിട്ട്
നമ്മളോട് കൂടെയായിരുന്നുകൊണ്ട് ഉദ്ഘാടന കർമ്മം നടത്താൻ എത്തിയിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത വിക്കർ ജനറൽ വെരി റവറൻ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ടച്ച, നമ്മുടെ വല്ലം ഫൊറോന വികാരി സെബാസ്റ്റ്യൻ മാടശ്ശേരി അച്ച, നമ്മുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമായ നമ്മുടെ MLA, നമ്മുടെ സ്വന്തം മനോജ് മുത്തേടൻ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സംഘടനാ ഭാരവാഹികളെ, കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങി സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരുപാട് ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ അല്പം ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. ആ ക്ഷീണം നമുക്കറിയാം, നമ്മുടെ മക്കള് സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ എല്ലാം പമ്പ കിടക്കും. അപ്പൊ അതിന് നമ്മളെല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം, കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ് വിശ്വാസ പരിശീലന മേഖല. നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ്, വ്യക്തിയുടെ നിലനിൽപ്പ്, കുടുംബത്തിന്റെ നിലനിൽപ്പ്, ഇടവയാവുന്ന ഈ വലിയ കുടുംബത്തിന്റെ നിലനിൽപ്പ് ഒക്കെ ആശ്രയിച്ചിരിക്കുന്നത് നമ്മിലുള്ള വിശ്വാസത്തിന്റെ ആഴത്തിന്റെ തോതനുസരിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുമക്കളെ ഏറ്റവും നന്നായിട്ട് ഈശോയുടെ ഏറ്റവും അടുപ്പിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ മാതാപിതാക്കന്മാരുണ്ട്. അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടവകയിലെ ഏതാണ്ട് 50-ൽ താഴെ വിശ്വാസ പരിശീലകരുണ്ട്. അവരെയൊക്കെ ഒത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഓർക്കുന്ന ഒരു നല്ല ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പരിശീലന വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ജെയ്സൺ സാറിനും ഒപ്പം പ്രവർത്തിക്കുന്ന മറ്റ് അധ്യാപകർക്കും അതിനോടൊപ്പം ചേർന്ന് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഞാൻ ഏറെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ആരും ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കാനല്ല, നമ്മുടെ മക്കളുടെ പരിപാടികളൊക്കെ കണ്ട് ആസ്വദിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാനാണ്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ വെച്ചാണ് എല്ലാവരോടും പൊതുവായിട്ട് നമ്മൾ ആശയവിനിമയം നടത്താനായി കിട്ടുന്ന ഒരു അവസരം. അപ്പൊ അത്തരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി ജനറൽ ജിമ്മി പൂച്ചക്കാട്ടച്ചനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അച്ഛൻ നമ്മുടെ അതിരൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ട് കുറേ വർഷങ്ങൾ ഉണ്ടായിരുന്നു. ആ പരിചയം തീർച്ചയായിട്ടും നമുക്കുണ്ട്. അതുകൂടാതെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് റെനിവേഴ്സ് സെന്ററിൽ കുറെ കാലം ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. ജിമ്മി പൂച്ചക്കാട്ട് അച്ഛനെ നമ്മൾ ശ്രമിക്കേണ്ടതുള്ളത് കൊണ്ട് അച്ഛൻ നിർത്താൻ പോവുകയാണ്. ഇപ്പൊ തീരും കേട്ടോ, നിർത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ദിനം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷത്തിന് കാരണമാകട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ദിനം നമ്മുടെ മക്കൾക്ക് കൂടുതൽ കൂടുതൽ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ സൃഷ്ടിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അച്ഛന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസവും സായാഹ്നവും ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ജിമ്മി അച്ഛന് മുൻകൂട്ടി ഞാൻ ഒരു വാക്ക് നന്ദി കൂടി പറയുകയാണ്. കാരണം അച്ഛൻ നമ്മുടെ പരിപാടി ഉദ്ഘാടനം കഴിയുമ്പോൾ ഉടനെ തന്നെ പോകേണ്ട അത്യാവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ജിമ്മി അച്ഛന്റെ സാന്നിധ്യം നന്ദിയോടെ ഓർക്കുകയും ഇനിയും കൂടുതൽ സമയങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകാൻ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജിമ്മി അച്ഛന് നന്ദിയും കൂടി പറഞ്ഞ് അച്ഛൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ.
എലഗൻസ 2K26 എന്ന ഈ വർഷത്തെ നമ്മുടെ വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് റവറൽ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ടച്ചനാണ്. ലളിത ജീവിതം, ഉയർന്ന ചിന്ത, ഉറച്ച നിലപാടുകൾ, നല്ല അഡ്മിനിസ്ട്രേറ്റർ ഒക്കെയായ ജിമ്മി അച്ഛൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറലായി ഉത്തരവാദിത്വപൂർണമായി ശുശ്രൂഷ ചെയ്തു വരുന്നു. ബഹുമാനപ്പെട്ട ജിമ്മി അച്ഛനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതിരൂപതാ തലത്തിലെ A+ ഗ്രേഡ് നേടിയവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ സൈഡിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അടുത്തതായി A+ ഗ്രേഡ് നേടിയവർക്കുള്ള സമ്മാനദാനമാണ്. യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ വികാരി അച്ഛൻ വർഗീസ് പുളിക്കലച്ച, ഈ ഫൊറോനയുടെ വികാരി സെബാസ്റ്റ്യൻ മാടശ്ശേരി അച്ഛനും നമ്മുടെ MLA മനോജ് മൂത്തേടനും ഉൾപ്പെടെ ഈ വേദിയിലായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായ വന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വാർഷികം ആഘോഷിക്കുന്ന ആയത്തുപടി ഇടവക മതബോധന വിഭാഗത്തിന് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അനുമോദനങ്ങളുമെല്ലാം അർപ്പിക്കുകയാണ്. ഒരിടവകയിൽ വേദപാഠ പ്രക്രിയ, വിശ്വാസ പരിശീലനം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ 3 സംഗതികളുടെ ഒരുമിക്കലാണ് ആ പള്ളിയിൽ കാറ്റഗിസം വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് നമ്മൾ പറയുക. അല്ലെങ്കിൽ ഒരിടവകയുടെ മതബോധന പ്രക്രിയയുടെ ഔദ്യോഗികമായ വിശ്വാസ പരിശീലനത്തിന്റെ കേന്ദ്രതന്തു എന്ന് നമ്മൾ വിളിക്കുന്ന, ഒരു സെൻട്രൽ പോയിന്റ് എന്ന് വിളിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സവിശേഷമായ രീതിയിൽ വിശ്വാസ പരിശീലനം നൽകാനും ആ പ്രക്രിയ പൂർത്തിയാക്കാനും ഈ 3 ഘടകങ്ങൾ ഉണ്ടായേ തീരൂ. ആയത്തുപടി ഇടവകയെ സംബന്ധിച്ച് ഏതാണ്ട് 50ഓളം വിശ്വാസ പരിശീലകരും 500ഓളം വിദ്യാർത്ഥികളും 1000-ൽ താഴെ കുടുംബങ്ങളുമുള്ള ഒരു ഇടവകയാണിത്. ഈ പ്രവർത്തനത്തിൽ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് ഇവിടുത്തെ വിശ്വാസ പരിശീലകരാണ്. 45 അധ്യാപകരാണ് ഉള്ളതെന്ന് റിപ്പോർട്ടിലും
സ്വാഗത പ്രസംഗത്തിലും ഒക്കെ പറയുകയുണ്ടായി. ഈ 45 അധ്യാപകരുടെ കഠിനമായ പ്രയത്നം എവിടെ ഇല്ലാതാകുന്നോ അവിടെ വിശ്വാസ പരിശീലന പ്രക്രിയ പരാജയം സംഭവിക്കാറുണ്ട്. ദീർഘമായ വർഷങ്ങളായി എനിക്ക് പരിചയമുള്ളതും ഇന്നിവിടെ വന്നപ്പോൾ ഞാൻ കണ്ടുമുട്ടിയതുമായ ഒരനുഭവം വെച്ച് ഞാൻ പറയുന്നു. നിങ്ങളുടെ ഇടവകയ്ക്ക് വളരെ കാര്യശേഷിയുള്ള വിശ്വാസ തീക്ഷ്ണതയുള്ള നല്ല അധ്യാപകർ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഈ വാർഷികാഘോഷങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നടക്കുക. ഒരു ഇടവകയുടെ വിശ്വാസ പരിശീലന പ്രക്രിയ നടത്തുന്നത് ഇടവകയുടെ വികാരിയച്ഛന്റെ ചുമതലയാണ്. ആ വികാരിയച്ഛനെ സഹായിക്കുന്നവരാണ് ഇവരെല്ലാവരും. ആ കാര്യത്തിൽ നമ്മൾ വളരെ ഭാഗ്യപ്പെട്ടവരാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ സഹകരണം ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്ത് ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുക. ഇപ്പൊ ഈ വേദിയിൽ ആ ഗണത്തിന്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നില്ല. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും അവരുടെ ഭാഗത്തു നിന്നുള്ള നമ്മളോടുള്ള അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന വിശ്വാസവും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് 4 or 5 വയസ്സുള്ള ഒരു കുട്ടിയെ ഈ ആയത്തുപടി ദേവാലയത്തിനകത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവരുടെ വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നത് എന്ന്. ഒരിക്കലുമല്ല. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഇന്നത്തെ ഫാമിലി അപ്പോസ്റ്റലേറ്റുകാരുടെ ഭാഷയിൽ ഈ പുളിക്കലച്ഛനൊക്കെ മാരേജ് കോഴ്സിന് വരുന്നവരോട് പറയുന്ന തത്വം അനുസരിച്ച് ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുട്ടി ഉരുവാകുന്ന സമയം മുതൽ ആ കുഞ്ഞിനുള്ള വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നുണ്ട്. ആ മാതാപിതാക്കൾ അതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ട്. നമ്മുടെ കയ്യിലേക്ക് കടന്നു വരുന്നത് ഒരുപക്ഷെ 4 വയസ്സിലോ 5 വയസ്സിലോ ആയിരിക്കും. ഈ 17 വയസ്സിന് ശേഷവും നമ്മൾ അവരെ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളിൽ വളരെ അധികം പേരും ഗ്രാൻഡ് പേരൻസ് ആണ് എന്ന് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകും. നിങ്ങളുടെ മക്കൾക്ക് ഒരുപക്ഷെ 50 or 55 വയസ്സുള്ളപ്പോഴും നിങ്ങളുടെ മക്കൾക്ക് 10 or 20 or 25 വയസ്സുള്ള കുട്ടികളുള്ളപ്പോഴും നിങ്ങൾ അവരെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. നീ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഒരു മതബോധനമാണ് അവിടെ സംഭവിക്കുന്നത്. അതൊരു ഹോളിസ്റ്റിക് പ്രോസസ്സാണ്. അത് നടക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ ഒരു വിഭാഗം ഈ ഇടവകയെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ പറയുക. നമ്മുടെ കുട്ടികളെ വിശ്വാസ പരിശീലനത്തിൽ വളർത്താൻ വേണ്ടി നമ്മുടെ വിശ്വാസ പരിശീലകരും മാതാപിതാക്കളോടും ഒപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതാണ് ഇടവകയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ കൈക്കാരൻ ഇടഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പുറംതിരിഞ്ഞു നിന്നാൽ പിന്നെ ഈ വേദപാഠ പ്രക്രിയ നടത്തിക്കൊണ്ടുപോകാൻ വികാരിയച്ഛൻ കുറച്ച് കൂടുതൽ സമ്മർദ്ദം എടുക്കേണ്ടി വരും. ഞാൻ ഈ വെറുതെ ആ പേപ്പർ എടുത്ത് വായിക്കുകയായിരുന്നു. ഈ സ്റ്റേജിൽ നമ്മുടെ അൾത്താര ശുശ്രൂഷയുടെ ലീഡർ മുതൽ കൈക്കാരൻ വരെയുള്ള എല്ലാ ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് ഒരു വിശ്വാസ പരിശീലന പ്രക്രിയയുടെ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഇടവകയോട് സഹകരിക്കുന്നു എന്ന് പറയുക. അത് KCYM ആയാലും CML ആയാലും അവിടെ മറ്റ് സംഘടനകളായാലും നമ്മുടെ ഫാമിലി യൂണിറ്റിന്റെ പ്രവർത്തകരായാലും മതബോധനത്തിന്റെ വിശ്വാസ പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരായാലും ഫൊറോന തലത്തിൽ നിന്നുള്ളവരായാലും ഇവരെല്ലാവരും ഒരുമിച്ചൊരു ഇടവകയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരിടവകയുടെ വിശ്വാസ പരിശീലന പ്രക്രിയ പൂർണ്ണമാകുന്നത്. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിലും നമ്മൾ വളരെയേറെ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യാൻ ഈ ഇടവകയ്ക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ അധ്യാപകരും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഇടവകയുടെ ഭരണപ്രക്രിയയും ഒരുമിച്ച് ചേർന്നാൽ നിങ്ങളുടെ ഈ 500ഓളം വരുന്ന കുഞ്ഞുങ്ങൾ നാളെയുടെ അഭിമാനമായി നമ്മുടെ സമൂഹത്തിന് എന്നും മാതൃകയായി ഒരുപക്ഷെ നമ്മുടെ സഭയുടെ വലിയ വിളക്കായി മാറാനിടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ആശംസിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛ. അടുത്തതായി A+A ഗ്രേഡ് നേടിയവർക്കുള്ള സമ്മാനദാനമാണ്. A ഗ്രേഡ് നേടിയവർക്കുള്ള സമ്മാനദാനത്തിനായി ജിമ്മി പൂച്ചക്കാട്ട് അച്ഛനെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി ജോർജ് സാറിനെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു. 25-26 വർഷത്തിലെ അതിരൂപത തലത്തിൽ വേദാട വിഭാഗം A+ ഗ്രേഡ് നേടിയവരുടെ പേരാണ് വിളിക്കുന്നത്. 4ാം ക്ലാസ്സിൽ നിന്ന് ഒരാളുണ്ട്, പാറപ്പുറം ജോമോൻ ജുവാന. 7ാം ക്ലാസ്സിൽ നിന്ന് 2 പേരുണ്ട്, പയ്യപ്പള്ളി ജോജി സെബ എലിസബത്ത്, പള്ളിക്കരക്കാരൻ ബിജോയ് ഇസബൽ. 9ാം ക്ലാസ്സിൽ നിന്നും 3 പേരുണ്ട്, മണിയച്ചേരി സാജു എൽമി, ആട്ടുകാരൻ വർഗീസ് സാൽവിയ, മൂത്തേടൻ ജോബി ലിസ. 12ാം ക്ലാസ്സിൽ നിന്നും 2 പേര്, ചുള്ളി പൗലോസ് ജൂഡ്, മൂത്തേടൻ സെബാസ്റ്റ്യൻ ആൻഡ്രീസ. താങ്ക് യു അച്ഛ. അടുത്തതായി A ഗ്രേഡ് നേടിയവർക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനത്തിനായി ഫാദർ ഷിനോയ് മണിയച്ചേരി അച്ഛനെയും പേരുകൾ വായിക്കുന്നതിനായി മെഡ്സ് ടീച്ചറിനെയും സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു. 2025-26 വർഷത്തെ വിശ്വാസ പരിശീലന പരീക്ഷയിൽ A ഗ്രേഡ് നേടിയ കുട്ടികളുടെ പേരാണ് വായിക്കാൻ പോകുന്നത്. എല്ലാവരെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പള്ളിക്കരക്കാരൻ റൈബിൻ ഡെയ്സ് മരിയ, ക്ലാസ് 4. ചുള്ളി ജോൺ പോൾ ജിബി, ക്ലാസ് 5. പള്ളിക്കരക്കാരൻ ധവാൻ എവലിൻ റോസ്, ക്ലാസ് 6. പാറപ്പുറം ജെയ്സൺ ആലിസ് അൽഫോൻസ, ക്ലാസ് 7. പാറപ്പുറം പ്രസാദ് മെറിൻ, ക്ലാസ് 10. മൂത്തേടൻ ജോൺസൺ അന്ന, ക്ലാസ് 10. പള്ളിക്കരക്കാരൻ സൈമൺ ജോയ്സി, ക്ലാസ് 12. കോന്നംകുടി സാബു ഏഞ്ചൽ, ക്ലാസ് 12. പറമ്പി ബർണാഡ് ബിൽഹാറോസ്, ക്ലാസ് 12. താങ്ക് യു. താങ്ക് യു അച്ഛ. താങ്ക് യു ഓൾ. വാക്കിലും പ്രവൃത്തിയിലും വിനയാനിതൻ, പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പ്രശാന്തതയോടെ പരിഹരിച്ചുകൊണ്ട് ശിഥിലമായ ബന്ധങ്ങളെ കൂട്ടിയിണക്കി അജഗണങ്ങളെ മുന്നോട്ട് നയിക്കുന്ന വല്ല ഫൊറോന വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി അച്ഛനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എലഗൻസ് 2026 വിശ്വാസ പരിശീലന വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ടച്ച, യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വർഗീസ് പുള്ളിക്കലച്ച, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, നമ്മുടെ പ്രിയപ്പെട്ട MLA മനോജ് മൂത്തേടൻ, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, മതാധ്യാപകരെ, കുഞ്ഞുങ്ങളെ, ആദ്യമേ തന്നെ ഈ വാർഷിക ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും മംഗള ആശംസകളും എല്ലാവർക്കും നേരുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. അൽഫോൻസമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് തിരുസഭാ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കളായ ജവാക്കിൻ അന്നയുടെ തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. നമ്മുടെ ഒട്ടുമിക്ക പള്ളികളിൽ ഇന്ന് ഗ്രാൻഡ് പേരൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും നമുക്കൊന്ന് കൈയടിച്ച് അവരിന്ന് ഇന്നത്തെ ദിനത്തിൻ്റെ ആശംസകൾ നേരാം. അവരുടെ ത്യാഗമാണ് ഇന്ന് നമ്മുടെ ഇടവകയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമൊക്കെ.
അപ്പൊ അവരുടെ ആ ത്യാഗത്തിനും അവരുടെയൊക്കെ നല്ല മാതൃകയ്ക്ക് നമുക്ക് നല്ലൊരു ആശംസകൾ നേരാം. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ഒരു പൊതുവേദിയിൽ ആദ്യമായിട്ടാണ് മനോജ് മൂത്തേടന് MLA ആയതിനു ശേഷം കിട്ടുക. ഞാൻ പല അവസരങ്ങളും നോക്കി, ഇടവേലും അവസരമൊന്നും കിട്ടിയില്ല വിളിക്കുവാൻ വേണ്ടി. അപ്പൊ ഈ ഒരു വേദിയിൽ വെച്ച് നമുക്ക് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ മനോജ് മൂത്തേടനെ നമുക്ക് MLA ആയിട്ട് ലഭിച്ചു. അതിന് നമുക്ക് എല്ലാവരുടെയും മേൽ കൈയടിച്ച് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നല്ലൊരു നേതാവായിട്ട് ഈ ലഭിച്ച അവസരം ജനത്തിന് നിഷ്പക്ഷമായിട്ട് സേവനം ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പുളിക്കലച്ഛൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്താനാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അച്ഛൻ എൻ്റെ സാന്നിധ്യമാണ് ആഗ്രഹിച്ചതെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്ത് പറയണമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ആയത്തുപടി ഇടവക അനുഗ്രഹീതമായ ഒരു ഇടവകയാണ്. അത് വ്യക്തമായിട്ട് പൂച്ചക്കാട്ടച്ഛൻ ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ വലിയൊരു കൂട്ടായ്മ, ആ വലിയ കൂട്ടായ്മയുടെ അടയാളമാണ് സ്റ്റേജിലിരിക്കുന്നവരുടെ സാന്നിധ്യം. ഇത്രയും നല്ല കൂട്ടായ്മയിൽ 1000-ഓളം കുടുംബങ്ങൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പുളിക്കലച്ഛനും കൊച്ചച്ഛനുമാണ്. പുളിക്കലച്ഛൻ എനിക്ക് വൈദികനാകുന്നതിന് മുമ്പേ പരിചയമുണ്ട്, അറിയാം. മുക്കന്നൂർ ഞാൻ എൻ്റെ ഇടവക മുക്കന്നൂരാണ്. അവിടെ കൊച്ചച്ഛനായിരുന്നപ്പോൾ ഞാൻ വൈദിക പരിശീലനത്താണ്. വളരെ തന്മയത്തോടുകൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരുടെയും പേര് വിളിച്ച് സ്നേഹിക്കുന്ന ഒരു നല്ല ഇടയനാണ് പുള്ളിക്കലച്ഛൻ. അപ്പം അച്ഛൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇടവകയുടെ കൂട്ടായ്മയുടെ ഫലമായിട്ട് വളരെ മനോഹരമായ ഒരു ദേവാലയം നിങ്ങളിവിടെ പടുത്തുയർത്തി. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ആ കൂട്ടായ്മയാണ് ആ ദേവാലയം ഇവിടെ പടുത്തുയർത്താനായിട്ട് സാധിച്ചത്. അപ്പം ആ ഒരു ഇടവകയുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടുണ്ടായ നല്ല ദേവാലയവും അച്ഛൻ്റെ നേതൃത്വവും കൊച്ചച്ഛൻ്റെ നേതൃത്വവും നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനവും അത് തന്നെയാണ് ഈ ഇടവകയുടെ അനുഗ്രഹം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ നല്ലൊരു കൂട്ടായ്മയുടെ നല്ലൊരു അനുഗ്രഹീതമായ സമൂഹമായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചെറിയ സംഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അനുഗ്രഹ പ്രഭാഷണമായിട്ടൊന്നുമില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ച ഒരു IPS ആയിരുന്നു അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ വളരെയുണ്ട്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ, ചെറുപ്പമായിരുന്നപ്പോൾ അദ്ദേഹം ഒരു ഞായറാഴ്ച അപ്പനോട് പറഞ്ഞു, അപ്പച്ച എനിക്ക് നാളെ 10ാം ക്ലാസ്സിലെ പരീക്ഷയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് പള്ളിയിൽ പോകുന്നില്ല, വിശ്വാസ പരീക്ഷണത്തിൽ പോകുന്നില്ല, എനിക്ക് ഇവിടെ ഇന്ന് പഠിക്കണം, നാളെ പരീക്ഷയുണ്ട്. അപ്പോൾ അലക്സാണ്ടറിനോട് അപ്പൻ പറഞ്ഞു, മോനെ നീ ഇന്ന് കാറ്റഗിസ്റ്റിനും പള്ളിയിലും പോകാതെ ഇവിടെ ഇന്ന് പഠിച്ച് നിനക്ക് നാളെ പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷം, നീ ഇന്ന് പള്ളിയിൽ പോയി കാറ്റഗിസം പഠിച്ച് നാളെ പരീക്ഷയ്ക്ക് തോറ്റാലും എനിക്ക് കുഴപ്പമില്ല, നീ ഇന്ന് പള്ളിയിൽ പോയി കാറ്റഗിസിന് പോകുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് അന്ന് അവൻ്റെ അപ്പൻ അലക്സാണ്ടറിനോട് പറഞ്ഞു എന്നാണ് പറയുക. അന്ന് ഞാൻ അലക്സാണ്ടർ കാറ്റഗിസിന് പോയി, പള്ളിയിൽ പോയി. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഇന്ന് ഞാൻ ഇത്രയും വലിയൊരു സ്ഥാനത്ത് എത്തിയെങ്കിൽ അതിൻ്റെ കാരണം അന്ന് എനിക്ക് എൻ്റെ അപ്പൻ തന്ന പ്രചോദനമാണ്. അന്ന് അപ്പൻ എന്നോട് നീ പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞ് പഠിച്ചോളാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ സ്ഥാനം എത്തുമായിരുന്നില്ല എന്ന് അദ്ദേഹം വളരെ ഉറപ്പോടുകൂടി പറയുകയാണ്. സ്നേഹമുള്ള മാതാപിതാക്കൾ, ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. നിങ്ങളുടെ താല്പര്യമാണ് നമ്മുടെ കുട്ടികളുടെ താല്പര്യം. നിങ്ങൾ എന്ത് താല്പര്യമെടുക്കുന്നോ അതിൽ കുട്ടികൾ താല്പര്യമെടുക്കും. വിശ്വാസത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്താനായിട്ട് മാതാപിതാക്കളുടെ താല്പര്യമായിരിക്കും കുട്ടികളുടെ വിശ്വാസവും അതിൻ്റെ ആഴവും. ആ തരത്തിൽ നമ്മുടെയൊക്കെ അനുഭവത്തിലൂടെ കുട്ടികളെ വിശ്വാസം വളർത്താനായിട്ട് സാധിക്കട്ടെ. നാളെ അധ്യാപകർ 50ഓളം അധ്യാപകർ വളരെ ആത്മാർത്ഥമായിട്ട് അവർ വിശ്വാസ പരിശീലനം നടത്തും. അതിനൊക്കെ ഒരു പരിധികളുണ്ട്. അറിവിൻ്റെ തലം മാത്രമാണ്. അനുഭവത്തിന്റെ തലത്തിലേക്ക് വിശ്വാസത്തെ കൊണ്ടുവരുമ്പോഴാണ് ആ വിശ്വാസം ആഴപ്പെടുക. അത് നൽകുവാൻ സാധിക്കുക മാതാപിതാക്കൾക്കാണ്. അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു വാർഷിക ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അധ്യാപകർക്കുള്ള ഹാജർ സമ്മാന വിതരണത്തിനായി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി അച്ഛനെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി ജോസ്മി ടീച്ചറിനെയും
ക്ഷണിക്കുന്നു. രണ്ടായിരത്തി 25-26 വിശ്വാസ പരിശീലന വർഷത്തിൽ മുടങ്ങാതെ വന്ന അധ്യാപകർ: സിസ്റ്റർ അനീറ്റ SMS, കൊച്ചുത്രേസ്യ ജോർജ്, റോസ്ലി വർഗീസ്, സിസ്റ്റർ ഷീന SMS, അൻസ ബർണാഡ്, ഷിബി ജോണി, ലിസി പൗലോസ്, വർഗീസ് PD, ബിനോ MD, ഷൈജി ജെറാർഡ്, ജെറാർഡ് PP, ജോണി MA, ബിനു OP, ഔസേബ് CP, മെഡ്സി സെബാസ്റ്റ്യൻ, അനു സ്റ്റാബി. താങ്ക് യു അച്ഛ, താങ്ക് യു ഓൾ. ആയത്തുപടി ഇടവകയുടെ പുണ്യഭൂമിയിൽ കളിച്ചു വളർന്ന നമ്മുടെ അഭിമാനവും നിത്യസഹായ മാതാവിന്റെ പള്ളി അങ്കണത്തിൽ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കി പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ മനോജ് മൂത്തടനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായിട്ടുള്ള ഈ വാർഷിക ആഘോഷ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വികാരിയച്ഛൻ റവറൻ ഡോക്ടർ വർഗീസ് പുളിക്കൻ, നമ്മുടെ എല്ലാം സ്നേഹബഹുമാനായിട്ടുള്ള വല്ലം ഫൊറോനയുടെ വികാരിയച്ഛൻ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി, മറ്റ് ബഹുമാനരായിട്ടുള്ള മദറും നമ്മുടെ കൊച്ചച്ഛനും മറ്റ് നമ്മുടെ മതബോധന വിഭാഗത്തിൻ്റെ HM ഉൾപ്പെടെ മറ്റ് ഫൊറോന പ്രൊമോട്ടർമാരുൾപ്പെടെ നമ്മുടെ പേഴ്സണൽ കൗൺസിലിൻ്റെ കാരിസം കമ്മീഷൻ്റെ ചെയർമാൻ ജരാദേട്ടൻ ഉൾപ്പെടെ മറ്റ് കൈക്കാരന്മാർ, മറ്റ് വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട മറ്റ് നമ്മുടെ സ്കൂളിലെ ലീഡർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ട വേദിയിലുള്ള വിശിഷ്ട അതിഥികൾ, ഏറ്റവും പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയമുള്ളവരെ, ആയത്തുപടി ഇടവകയുടെ മതബോധന വിഭാഗത്തിൻ്റെ വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ അതിരൂപതയിലെ തന്നെ ഏറ്റവും മികച്ച മതബോധന വിഭാഗമാണ് നമ്മുടെ ഇടവകയിലെ മതബോധന വിഭാഗം. ആയിരക്കണക്കിന് കുട്ടികൾക്ക് വലിയ നിലയിൽ അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്താനും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനും കഴിയുന്ന കൃത്യമായിട്ടുള്ള വിശ്വാസ പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ മതബോധന വിഭാഗം. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിരൂപതയിൽ തന്നെ ഏറ്റവും മാതൃകയാക്കാൻ കഴിയുന്ന ഒട്ടേറെ നിലകളിൽ ശ്രദ്ധേയരായിട്ടുള്ള വലിയ മികവുറ്റ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്ക് നമ്മുടെ ഈ കാറ്റിസം വിഭാഗത്തിന്റെ ഏറ്റവും വലിയ അഭിമാന താരങ്ങളാണ്. അതെല്ലാം സാധ്യമാക്കുന്നത് നേരത്തെ ഇവിടെ ജിമ്മി അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ ഇടവക എന്ന് പറയുന്നത് എല്ലാ തലത്തിലും, ഇടവക എന്ന് പറയുമ്പോൾ, നമ്മുടെ പള്ളി എന്ന് പറയുമ്പോൾ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനെ ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമുക്കുള്ളത്. അത് മറ്റു ഇടവകൾക്കെല്ലാം മാതൃകയാണ്. അപ്പൊ ആ നിലയിൽ വലിയ തോതിൽ രക്ഷകർത്താ അധ്യാപകരും അതുപോലെ മാതാപിതാക്കന്മാരും കുട്ടികളും നമ്മുടെ പള്ളിയുമായി ചേർന്ന് നിൽക്കുന്ന അതിന്റെ ഭരണ സംവിധാനം എല്ലാം ചേർന്ന് ഒരുമിച്ച് നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസ പരിശീലനത്തിന് അനുകൂലമായിട്ടുള്ള, അതിന് അനുസൃതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കി, ഏറ്റവും മികച്ച സാഹചര്യം ഉണ്ടാക്കി നമ്മുടെ കുട്ടികളെ കൃത്യമായി വിശ്വാസ പരിശീലനത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടവകയുടെ വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ വാർഷിക ആഘോഷ പരിപാടികളിൽ ഏറ്റവും സ്നേഹനിർഭരമായിട്ടുള്ള ആശംസ നേരുകയാണ്. ഞാനിവിടെ നമ്മുടെ ഫൊറോനയുടെ പ്രൊമോട്ടറായി കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഷാജു സാറ്, അദ്ദേഹം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ചേലാമറ്റം ഇപ്പൊ പുതിയ കുരിശുപള്ളിയിലെ ഇടവക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഇപ്പോ ഡോക്ടറേറ്റ് കിട്ടി. അദ്ദേഹം ഇപ്പോൾ ഡോക്ടർ ഷാജു മാത്യു ആണ്. അപ്പൊ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ഷാജു സാറിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, അവർക്ക് ആകെ കൂടി കിട്ടുന്ന ഒരു ഞായറാഴ്ച അവർ രാവിലെ മുതൽ ഒരു 2 മണി വരെ ഇവിടേക്ക് മാറ്റിവെക്കുകയാണ്. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ പരിപൂർണമായും സേവന സന്നദ്ധയോടുകൂടി, നിസ്വാർത്ഥമായ സേവനത്തോടുകൂടി നമ്മുടെ പള്ളിയിൽ നമ്മുടെയൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. ഈ ഒരു ദിനത്തിൽ പ്രത്യേകമായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർ നൽകുന്ന സേവനത്തിന് നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്.
ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെയും പ്രിയപ്പെട്ട കുട്ടികളെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ജൂബിലിയറിനെ ആദരിക്കലും ക്യാഷ് അവാർഡ് വിതരണവുമാണ്. ക്യാഷ് അവാർഡുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ അടുത്ത് വരേണ്ടതാണ്. സമ്മാനദാനത്തിന് MLA ശ്രീ മനോജ് മൂത്തേടനെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി ജോയ് സാറിനെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു. വിശ്വാസ പരിശീലന രംഗത്ത് കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് സ്തുത്യർഹമായ സേവനം ചെയ്ത ആയത്തുപടിയിലെ ശ്രീ PC ജോസ് സാറിനെ ആയത്തുപടി ഇടവകയുടെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ PC ജോസ് സാർ. തുടർന്ന് നമ്മൾ ക്യാഷ് അവാർഡ് വിന്നേഴ്സിനെയാണ് വിളിക്കുക. ഫാദർ പീറ്റർ മൂത്തേടൻ മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ ജോളി സൈമൺ മൂത്തേടൻ. അവാർഡ് കിട്ടിയിരിക്കുന്നത് 4 ഖണ്ഡത്തിൽ മാർട്ടിൻ ആഡ്രിയൽ ക്ലാസ് 1. അടുത്തത് ശ്രീ MR അവറാച്ചൻ മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ ജോളി അവറാച്ചൻ. അവാർഡ് ലഭിച്ചിരിക്കുന്നത് മണിയച്ചേരി ബിനോ അനയ ക്ലാസ് 1. നെക്സ്റ്റ് ശ്രീ പുന്നച്ചാലിൽ പൗലോസ് ജോസഫ് മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ PJ അവറാച്ചൻ പുന്നച്ചാലിൽ. അവാർഡ് ലഭിച്ചിരിക്കുന്നത് പാറപ്പുറം മജേഷ് ആൻഡ്രിയ ക്ലാസ് 2. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണോട്ടോ. അടുത്ത ശ്രീ ദേവസി മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ ജോസഫ് സെബാസ്റ്റ്യൻ പാറപ്പുറം. അവാർഡ് ലഭിച്ചിരിക്കുന്നത് പാറപ്പുറം മജേഷ് എയ്ഡൻ ക്ലാസ് 3. അടുത്തത് മണിയച്ചേരി ജുവല്ലറി പെരുമ്പാവൂർ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ MV ജോസഫ് മണിയച്ചേരി. അവാർഡ് ലഭിച്ചിരിക്കുന്നത് പാറപ്പുറം ജോമോൻ ജുവാന ക്ലാസ് 4. അടുത്തത് വിൻസെന്റ് പോൾ സൊസൈറ്റി എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ വിൻസെന്റ് പോൾ സൊസൈറ്റി ആയത്തുപടി. അവാർഡ് ലഭിച്ചിരിക്കുന്നത് ചുള്ളി ജിബി ജോൺ പോൾ ക്ലാസ് 5. അടുത്തത് ശ്രീ MO റാഫേൽ മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ സാബു റാഫേൽ മൂത്തേടൻ. അവാർഡ് ലഭിച്ചിരിക്കുന്നത് പള്ളിക്കരക്കാരൻ ധവാൻ എൽവിൻ റോസ് ക്ലാസ് 6. അടുത്തത് ശ്രീ മിനി വർഗീസ് മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ PD വർഗീസ് പാറപ്പുറം. അവാർഡ് ലഭിച്ചിരിക്കുന്നത് പള്ളിക്കരക്കാരൻ ബിജോയ് ഇസബൽ ക്ലാസ് 7. അടുത്തത് ശ്രീ MO പൗലോസ് മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ ലിസി പൗലോസ് മൂത്തേടൻ. അവാർഡ് ലഭിച്ചിരിക്കുന്നത് പയ്യപ്പള്ളി ജോജി സേബ എലിസബത്ത് ക്ലാസ് 7. നെക്സ്റ്റ് ശ്രീ പള്ളിക്കരക്കാരൻ പത്രോസ് ജോസഫ് മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ PJ മാത്യൂസ് പള്ളിക്കരക്കാരൻ. അവാർഡ് ലഭിച്ചിരിക്കുന്നത് പാറപ്പുറം പ്രബീഷ് അനാമി മിസ്സ ക്ലാസ് 8. ശ്രീ MP മത്തായി മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ ഗ്രേസി മത്തായി മൂത്തേടൻ. അവാർഡ് ലഭിച്ചിരിക്കുന്നത് മൂത്തേടൻ ജോബി ലിസ ക്ലാസ് 9. അടുത്തത് ശ്രീ മണിയച്ചേരി ദേവസി എസ്തപ്പാൻ മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ ദേവസി മണിയച്ചേരി. സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആട്ടുകാരൻ വർഗീസ് സാൽവിയ ക്ലാസ് 9. അടുത്തത് ശ്രീ PV വർഗീസ് എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ അനിൽ PV പാറപ്പുറം. അവാർഡ് ലഭിച്ചിരിക്കുന്നത് മണിയച്ചേരി സാജു എൽമി ക്ലാസ് 9. അടുത്തത് ശ്രീ A പത്രോസ് പാറപ്പുറം മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ ബിജു പീറ്റർ പാറപ്പുറം. അവാർഡ് ലഭിച്ചിരിക്കുന്നത് പാറപ്പുറം പ്രസാദ് മെറിൻ ക്ലാസ് 10. നെക്സ്റ്റ് ശ്രീ PO ചാക്കോ ആൻഡ് ശ്രീമതി മറിയം ചാക്കോ പാറപ്പുറം മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ PC ജോസ് പാറപ്പുറം. അവാർഡ് ലഭിച്ചിരിക്കുന്നത് പാറപ്പുറം ആൻഡു ജിൻഡ ക്ലാസ് 11. ശ്രീ പാറപ്പുറം ഔസേബ് ദേവസി മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ ജെറാർഡ് BP പാറപ്പുറം. അവാർഡ് ലഭിച്ചിരിക്കുന്നത് മൂത്തേടൻ സെബാസ്റ്റ്യൻ ആൻഡ്രീസ ക്ലാസ് 12. അടുത്ത് ശ്രീ മണിയച്ചേരി ദേവസി എസ്തപ്പാൻ മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസേഡ് ബൈ ദേവസി മണിയച്ചേരി. അവാർഡ് ലഭിച്ചിരിക്കുന്നത് ചുള്ളി പൗലോസ് ജൂഡ് സി ക്ലാസ് 12. താങ്ക് യു. താങ്ക് യു മനോജ് ചേട്ടാ. താങ്ക് യു ഓൾ. നിഷ്കളങ്കമായ ചിരി, വാക്കിലും നോക്കിലും നിറഞ്ഞ വിനയം, നല്ലൊരു ചിത്രകാരൻ, മനോഹരമായ പ്രാർത്ഥനകൾ, ഗാനങ്ങൾ, വചനവ്യാഖ്യാനം, ബലിയർപ്പണം.
അനേകർക്ക് വെളിച്ചമേകാനായി ദൈവം നാട്ടിവെച്ച വഴിവിളക്ക്, കൂട്ടുകാരുടെയും കുട്ടികളുടെയും സ്വന്തം CK, ഇതെല്ലാമല്ലേ നമ്മുടെ കൊച്ചിച്ചൻ. ഒത്തിരി സ്നേഹത്തോടെ സിറിലച്ചനെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, ഡാൻസ് കളിക്കാൻ റെഡിയായോ? ഇത് പോരാ കേട്ടോ, ഡാൻസ് കളിക്കാൻ റെഡിയായോ? അപ്പൊ ഞാൻ ഇനി അധികം പറയുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് വേറൊരു ആവേശമായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച? എന്തായിരുന്നു? ഒരു ഫൈനലായിരുന്നല്ലോ. ആരാ ജയിച്ചേ? സ്പെയിനാണ് ജയിച്ചത്. ഒരു ചെറിയ കാര്യം, ആ വേൾഡ് കപ്പ് ഫൈനലിൽ നിന്ന് മാത്രം ചെറിയൊരു കാര്യം, സ്പെയിനാണ് ജയിച്ചത്. സ്പെയിന് 2 അവാർഡ് കിട്ടി. ഒന്ന് നാച്ചുറൽ ആയിട്ട് ചാമ്പ്യൻഷിപ്പ് കിട്ടി, രണ്ടാമതായിട്ട് അവർക്കൊരു ഫെയർ പ്ലേ അവാർഡും കൂടെയും കിട്ടി. സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വിജയം മാത്രമല്ല, വിജയത്തിലേക്കുള്ള വഴി കൂടെ പ്രധാനപ്പെട്ടതാണ്. അവര് കളിച്ചത് പോലും വളരെ മാതൃകാപരമായിട്ടാണ്. കാറ്റഗിസം നമുക്ക് ഇതിനോട് കണക്ട് ചെയ്യാം. കാറ്റഗിസം നമ്മളെ പഠിപ്പിക്കുന്നത് വിജയിക്കാൻ മാത്രമല്ല, വഴി കൂടെ പ്രധാനപ്പെട്ടതാണ്. വെല്ലോണം പഠിച്ച് വെല്ലോണം ജീവിക്കാനല്ല കാറ്റഗിസം നമ്മളെ പഠിപ്പിക്കുന്നത്, നല്ലോണം പഠിച്ച് നല്ലോണം ജീവിക്കാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വഴിയും വിജയവും പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ച് അത് നമുക്ക് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ വഴിയും വിജയ ലക്ഷ്യവും അത് ക്രിസ്തു തന്നെയാണ്. അതിലേക്ക് നയിക്കുന്നത് തന്നെയാണ് നമ്മുടെ ആയത്തുപടി കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. ആയത്തുപടി കാറ്റഗിസം ഗംഭീരമാണ്, സുന്ദരമാണ്. എലഗൻസ 2026 എല്ലാ ആശംസകളും. നന്ദി. താങ്ക് യു അച്ഛ. അടുത്തതായി കൊറിയോഗ്രാഫേഴ്സിനുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനത്തിന് അർഹരായവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ അടുത്തേക്ക് എത്തേണ്ടതാണ്. സമ്മാനദാനത്തിനായി വല്ലം ഫൊറോന പ്രൊമോട്ടർ പ്രൊഫസർ ഷാജു മാത്യുവിനെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി അലീന ടീച്ചറിനെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു. കലാപരിപാടികൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ളവരുടെ പേരുകളാണ് ഇവിടെ വായിക്കുന്നത്. വർഷ ജോൺസൺ, സിസ്റ്റർ ലിജിയ SMS, സോന സാജി, അന്ന ദേവസി, ജാനറ്റ് സാജു, ദിയ മേരി അനി, അന്ന തങ്കച്ചൻ, ആൽബിൻ എബ്രഹാം, ആൻ മെരിയ സാജു, മേഴ്സി പൗലോസ്. താങ്ക് യു സർ, താങ്ക് യു ഓൾ. കൈക്കാരൻ, HM, പ്രൊമോട്ടർ, സംഘടനാ പ്രവർത്തകൻ, വേദപാഠ അധ്യാപകൻ തുടങ്ങിയ പല സ്ഥാനങ്ങളിലും ബഹുമുഖ മുദ്ര പതിപ്പിച്ച ശ്രീ ജെറാർഡ് സർ ഇപ്പോഴത്തെ പാസ്റ്ററൽ കൗൺസിൽ കാറ്റഗിസം കമ്മീഷന്റെ ചെയർമാനും 12ാം ക്ലാസ്സിലെ അധ്യാപകനുമാണ്. സാറിനെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് എപ്പോൾ നമ്മുടെ ശരീരത്തെ വിട്ടുപോകുന്നുവോ അപ്പോൾ നമ്മുടെ ശരീരം നിർജീവമാകുന്നു. നിർജീവമായ നമ്മുടെ ഈ ശരീരത്തിന് ജീവൻ നൽകുന്ന ആത്മാവിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ആത്മാവിനെ നിത്യതയിലേക്ക് നയിക്കുന്നുള്ള ഒരു പരിശീലനമാണ് വിശ്വാസ പരിശീലനം. ദൈവത്തോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങള് പ്രാർത്ഥിച്ചു വളർന്ന് അവരുടെ ജീവിതത്തിൽ ദൈവത്തെ കൈവിടാതെ ആ ദൈവത്തോട് ചേരുന്നിടത്തെ ഒരു ജീവിതത്തിന് അവസാനമാകുന്നുള്ളൂ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ജയ് മേരി, ജയ് ജീസസ്. അടുത്തതായി 12A-B ക്ലാസുകൾക്കായുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനത്തിനായി കൈക്കാരനും വിശ്വാസ പരിശീലകനുമായ ശ്രീ ബിനോയ് MD-യെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി JC ടീച്ചറിനെയും ബിജു സാറിനെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു.
A ക്ലാസ്സിലെ വിജയികൾ ഫസ്റ്റ് മൂത്തേടൻ സെബാസ്റ്റ്യൻ ആൻഡ് റിസ, സെക്കൻഡ് കോന്നംകുടി സാബു ഏഞ്ചൽ, അറ്റൻഡൻസ് പ്രൈസ് കോന്നംകുടി സാബു ഏഞ്ചൽ ആൻഡ് പള്ളിക്കരക്കാരൻ സൈമൺ ജോയ്സി. Told B. First, Chulli Paulos Jude. Second, Parambi Bernard Bilha. Attendance prize. Chulli Paulos Jude, Parambi Bernard Bilha. അടുത്തതായി 11A-B ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനത്തിനായി ബിജു എന്നാറിനെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി മേഴ്സി ടീച്ചറിനെയും ജോണി സാറിനെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു. 11A ക്ലാസ്സിലെ ഫസ്റ്റ് പ്രൈസ് പാറപ്പുറം ആൻഡു ജിൻഡ, സെക്കൻഡ് പ്രൈസ് പാറപ്പുറം ജോസ് കാരൻ എൽസ്. അറ്റൻഡൻസ് പ്രൈസ് മൂത്തേടൻ ബിനു ഡിംഫന ആൻഡ് പാറപ്പുറം ആൻഡു ജിൻഡ. B മെറിറ്റ് പ്രൈസ് ഫസ്റ്റ് മഴുവഞ്ചേരി ജോയ് അൽഫോൻസ ഗബ്രിയേൽ, സെക്കൻഡ് പ്രൈസ് 2 പേർക്കാണ്. പള്ളിക്കരക്കാരൻ ബിജു ഫിലോ തെരേസ്, മണിയച്ചേരി പീറ്റർ എൽന. അറ്റൻഡൻസ് പ്രൈസ് പാറപ്പുറം മാർട്ടിൻ ദിൽഖ, മഴുവഞ്ചേരി ജോയ് അൽഫോൻസ ഗബ്രിയേൽ, പാറപ്പുറം ബിജു എവിൻ. വിജയികളായവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. താങ്ക് യു സാർ, താങ്ക് യു ടീച്ചർ. വിശ്വാസ പരിശീലന രംഗത്തെ ദീർഘകാലത്തെ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടും ഫൊറോനയിലെ വിവിധ സൺഡേ സ്കൂളുകൾ സന്ദർശിച്ച് വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയും വിശ്വാസ പരിശീലന രംഗത്തെ പ്രൊമോട്ട് ചെയ്യുന്ന 3 പ്രൊമോട്ടേഴ്സ് ആണ് നമുക്കുള്ളത്. പ്രൊഫസർ ഷാജു മാത്യു, ശ്രീ ബിനേഷ് വർഗീസ്, ശ്രീ ജോമിൻ TP. ഇവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോമിൻ സാറിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലായിരിക്കുന്ന ആദരണീയരായ വൈദികരെ, സിസ്റ്റേഴ്സ്, പാരീഷ് ഒഫീഷ്യൽസ്, വിവിധ സംഘടനാ ഭാരവാഹികളെ, വിശ്വാസ പരിശീലകരെ, പ്രിയ രക്ഷിതാക്കളെ, കലാപരിപാടികൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എൻ്റെ ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ ഈശോയുടെ നിരീക്ഷണത്തിലാണ് എന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ഡിജിറ്റൽ വെൽനസ് ഇയറിന്റെ ആചരണത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ പരിശീലന വിഭാഗത്തിലെ എല്ലാവർക്കും ഇന്നത്തെ ഈ വാർഷിക ദിനത്തിന്റെ എലഗൻസ 2026 ആശംസകളും വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ ആശംസകളും ഗ്രാൻഡ് പേരൻസ് ഡേയുടെ ആശംസകളും ഏറ്റവും സ്നേഹപൂർവം നേർന്നുകൊള്ളുന്നു. ഇടവക സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട്
വിശ്വാസ പരിശീലന രംഗത്ത് ഇത്രയധികം ഫലപ്രദമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഇടവക നമ്മുടെ ഫൊറോനയിലോ അതിരൂപതയിൽ തന്നെയോ ഉണ്ടോ എന്ന് സംശയമാണ്. ഈ ഉജ്ജ്വലമായ പ്രവർത്തനത്തിന് ഇടവക സമൂഹത്തിലെ എല്ലാവരെയും ഇതിനെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും ടീം അംഗങ്ങളെയും അനുമോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ജീസസ്. താങ്ക് യു സർ. അടുത്തതായി 10-9 ക്ലാസ്സിലെ കുട്ടികളുടെ സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതായി ശ്രീമതി സിനു ബിജുവിനെയും അനൗൺസ് ചെയ്യുന്നതിനായി സാബു സാർ, ജെറാർഡ് സാർ, ഷൈജി ടീച്ചർ, ബിനോദ് സാർ എന്നിവരെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു. സ്റ്റാൻഡേർഡ് 10A. ഫസ്റ്റ് പ്രൈസ് പാറപ്പുറം പത്രോസ് സയോണ. സെക്കൻഡ് പ്രൈസ് പാറപ്പുറം സാജു ആഞ്ചലിൻ റോസ്. അറ്റൻഡൻസ് പ്രൈസ് പാറപ്പുറം ബിജു അൽന, പാറപ്പുറം ഔസേപ്പ് അന്ന, പാറപ്പുറം സാജു ഏഞ്ചലിൻ റോസ്, പടിഞ്ഞാറേക്കുടിയിൽ സജി ആഗ്നസ്, മൂത്തടൻ ബിനു ആന്റോണിയോ. സ്റ്റാൻഡേർഡ് 10B. ഫസ്റ്റ് പ്രൈസ് പാറപ്പുറം പ്രസാദ് മെറിൻ. സെക്കൻഡ് പ്രൈസ് മൂത്തടൻ ജോൺസൺ അന്ന. ഹാദർ സമ്മാനം പാറപ്പുറം ബിജു എൽ റോയ്, ചുള്ളി ഫ്രാൻസിസ് ഫിയ, നങ്ങേലിമാലിൽ ജോബി ഹൃത്തിക, പള്ളുപ്പെട്ട സിജോ സാൻഡ്രിയ, പാറപ്പുറം ബിജു അതുല്യ, മൂലൻ സെബി അൻസ. സ്റ്റാൻഡേർഡ് 9A. ഫസ്റ്റ് പ്രൈസ് മൂത്തേടൻ ജോബി ലിസ. സെക്കൻഡ് പ്രൈസ് ആട്ടുകാരൻ വർഗീസ് സാൽവിയ. അറ്റൻഡൻസ് പ്രൈസ് ഗോസ് ടു കൂനത്താൻ വിനു ജോഹാൻ, പാറപ്പുറം ആൻഡു ജെൽവിൻ, മണിയേച്ചേരി സാജു എൽമി, മൂത്തേടൻ ജോബി ലിസ, വെല്ലൂരാൻ ബിജോ മെറിൻ ജോസ്, വെല്ലൂരാൻ ബിനു അലീന റോസ്. സ്റ്റാൻഡേർഡ് 9B. ഫസ്റ്റ് പ്രൈസ് പള്ളിക്കരക്കാരൻ ബിജു എൽസ മരിയ. സെക്കൻഡ് പ്രൈസ് പാറപ്പുറം ജോമോൻ ജോയറിൻ. അറ്റൻഡ് പ്രൈസ് പാറപ്പുറം ജോമോൻ ജോയറിൻ, പാറപ്പുറം ബിജു എലോയ്, പാറപ്പുറം സജീഷ് ക്രിസ്റ്റോ, മൂത്തേടൻ ബൈജു ഒനീസ, മൂത്തേടൻ ഷൈജു ഇവാന, നാലുകണ്ടത്തിൽ വർഗീസ് ഹെലൻ. താങ്ക് യു ടീച്ചേഴ്സ്. താങ്ക് യു ഓൾ. ആയിത്തോടെ ഇടവകയുടെ ആത്മീയ ഉണർവിനും വളർച്ചയ്ക്കുമായി നിരന്തരം പ്രാർത്ഥിക്കുകയും അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്യുന്ന SMS കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ആൻഡോയെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, ഇന്ന് ആയിത്തുപടിയെ സംബന്ധിച്ച് വളരെ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ഒരു സുദിനമാണ്. ഈ ആഘോഷ ദിനത്തിൽ വീണ്ടും പങ്കുചേരുവാൻ എനിക്കിട വന്നതിന് ഞാൻ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ആഘോഷ പരിപാടികൾ ഇത്ര മനോഹരമാക്കുവാൻ
ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. സൺഡേ സ്കൂൾ എന്നത് ഒരു മതപാഠങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥാപനം മാത്രമല്ല, മറിച്ച് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അടിത്തറ പാകുന്ന ഒരു വിദ്യാലയമാണ്. സ്കൂളിൽ പോകുമ്പോൾ അറിവ് ലഭിക്കുന്നു. എന്നാൽ സൺഡേ സ്കൂളിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുവാനും അറിയുവാനും ഈശോയെ പിന്തുടരുവാനും നാം വളരെ ചെറുപ്പം മുതലേ പഠിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ, നിങ്ങളാണ് നാളത്തെ സഭയുടെ ഭാവി. കുറച്ച് സമയം പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തണം. മാതാപിതാക്കന്മാരെ അനുസരിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം, സുഹൃത്തുക്കളെ സ്നേഹിക്കണം. വിശുദ്ധരായി ജീവിക്കുവാൻ വേണ്ടി നിങ്ങൾ ഉത്സാഹപൂർവം പെരുമാറണം. നിങ്ങളുടെ ജീവിതങ്ങൾക്ക് അവിടുന്ന് എപ്പോഴും താങ്ങും തണലുമായിരിക്കേണ്ടത് തമ്പുരാനോടുള്ള സ്നേഹവും ആഴവും അടുപ്പവുമാണ്. ഇരുട്ടിൽ നടക്കുമ്പോൾ ഒരു വഴിവിളക്ക് പ്രകാശം തരുന്നത് പോലെ ദൈവവചനം നമ്മുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയായിരിക്കണം. അതുകൊണ്ട് കുറച്ചു സമയം പ്രാർത്ഥിക്കുവാനും വചനം പഠിക്കുവാനും നാം സമയം കണ്ടെത്തണം. പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ, നിങ്ങളുടെ സേവനം വളരെ സ്തുത്യർഹമാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചതും നിങ്ങൾ സ്വയം നേടിയതും ആയ കഴിവുകൾ, നമ്മുടെ സമയം എല്ലാം നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും പലവിധ ആക്ടിവിറ്റിയിലൂടെ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സേവനങ്ങളെ നല്ല ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളുടെ ആദ്യ അധ്യാപകർ മാതാപിതാക്കളാണ്. കുടുംബങ്ങളില് പ്രാർത്ഥനയും പരസ്പര സ്നേഹവും പങ്കുവയ്ക്കലും ഉണ്ടാകണം. കാരണം നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നത് വായിക്കുന്നവരാണ് ഇന്നത്തെ കുട്ടികൾ. അതിനാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നല്ല മാതൃകകൾ നൽകുവാൻ നാം ഉത്സുകരുള്ളവരായിരിക്കണം. ഈ വാർഷിക ആഘോഷം മത്സരങ്ങളുടെ നേട്ടമോ സമ്മാനങ്ങളുടെ വാരിക്കൂട്ടലോ ഒന്നും മാത്രമാകാതെ നമ്മുടെയൊക്കെ കഴിഞ്ഞ ജീവിതകാലങ്ങളിലെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, നൽകിയ കൃപകൾക്ക് നന്ദി പറയുവാൻ ഒരു അവസരം കൂടിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആയത്തുപടി ഇടവകയുടെ അമരത്തിരുന്നു കൊണ്ട് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ സ്നേഹമുള്ള വികാരിയച്ഛനും, തോളോട് തോള് ചേർന്ന് കുഞ്ഞുങ്ങളെ വിശുദ്ധിയുടെ പാതയിലൂടെ അനുദിനം നയിക്കുന്ന നമ്മുടെ കൊച്ചച്ഛനും, സൺഡേ സ്കൂൾ അധ്യാപകർ ഓരോരുത്തർക്കും, ഹെഡ് മാസ്റ്റർ സാർ ജെയ്സ സാറിനും, സെക്രട്ടറി അനു ടീച്ചറിനും, എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും ഈ വാർഷിക ആഘോഷത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി 8-7 ക്ലാസ്സുകളിലെ കുട്ടികളുടെ സമ്മാനദാനമാണ്. ഒപ്പം 11 ബിയിലെ സമ്മാനാർഹരായ കുട്ടികളും സ്റ്റേജിലേക്ക് വന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതാണ്. സമ്മാനദാനത്തിനായി PCC ലീഡർ സെബാസ്റ്റ്യൻ പോളിനെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി ബിന്ദു ടീച്ചർ, വർഗീസ് സാർ, ബിനു സാർ, ലിസി ടീച്ചർ എന്നിവരെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു. ക്ലാസ് 8A ഫസ്റ്റ് പ്രൈസ് പാറപ്പുറം പ്രബീഷ് അനാമി മിസ. സെക്കൻഡ് പ്രൈസ് മണിയച്ചേരി റിജോ അബിയൽ ഡൊമിനിക്. അറ്റൻഡൻസ് പ്രൈസ് മണിയച്ചേരി റിജോ അബിയൽ ഡൊമിനിക്, പാറപ്പുറം സജി ആശ്വിൻ. സ്റ്റാൻഡേർഡ് 8B ഫസ്റ്റ് പാറപ്പുറം ജെയ്സൺ അന്ന ബ്രിജിറ്റ്. സെക്കൻഡ് പാറപ്പുറം ബ്രജു അനയ തെരേസ്. അറ്റൻഡൻസ് പ്രൈസ് മാവേലി റിജോ റയാൻ, പാറപ്പുറം ബിജു എറിക്, കണ്ണാടൻ സുനിൽ പ്രിൻസസ് സെഫാനിയ, മണിയച്ചേരി സെബാസ്റ്റ്യൻ അനാമിക, പാറപ്പുറം ജെയ്സൺ അന്ന ബ്രിജിറ്റ്.
ക്ലാസ് 7A ഫസ്റ്റ് പള്ളിക്കരക്കാരൻ ബിജോയ് ഇസബൽ, സെക്കൻഡ് മണിയച്ചേരി റിജോ എമ്മാനുവൽ ഡൊമിനിക്. അറ്റൻഡൻസ് പ്രൈസ് വല്ലൂരാൻ ജോബി അന്റോണിയോ, കണ്ടന്തറ ജോഷി ജൂലിയ, കോന്നംകുടി സാബു അന്നാബെല്ല, മാവേലി ജോമോൻ ജൊഹാന. ക്ലാസ് 7B ഫസ്റ്റ് പയ്യപ്പള്ളി ജോജി സേബ എലിസബത്ത്, സെക്കൻഡ് പാറപ്പുറം ജെയ്സൺ ആലിസ് അൽഫോൺസ. അറ്റൻഡൻസ് പ്രൈസ് മൂത്തേടൻ ജോസ് അലൻ ജൂഡ്, പറമ്പി ബെർണാഡ് ബ്ലേസ് ജോസ്, പാറപ്പുറം ബൈജു ബെനറ്റ്, ചുള്ളി ആൻഡോ ഇവാന മരിയ, പള്ളിപ്പെട്ട സിജോ ആൻഡ്രിയ, പാറപ്പുറം ജോൺസൺ ആനിയ മരിയ. താങ്ക് യു ടീച്ചേഴ്സ്, താങ്ക് യു ഓൾ. നമ്മുടെ ഇടവകയിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന 2 യുവ കൈക്കാരന്മാരാണ് ശ്രീ ബിനോയ് MDയും ജോൺസൺ ആട്ടുകാരനും. ഏതൊരാവശ്യത്തിനും നമ്മോടൊപ്പമായിരിക്കുന്ന അതിലൊരാളായ ശ്രീ ജോൺസൺ ആട്ടുകാരനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, കുഞ്ഞുമക്കളെ, തീർച്ചയായിട്ടും ആയിത്തവടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു ദിനമാണെന്ന്. അൽഫോൻസമ്മയുടെ തിരുനാൾ നമ്മൾ വളരെ ഭംഗിയായി തന്നെ ആഘോഷിച്ചു. ഇന്ന് വിശ്വാസ പരിശീലനത്തിന്റെ മതബോധന വാർഷിക ദിനം ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് 50ഓളം വരുന്ന നമ്മുടെ മതബോധന അധ്യാപകർ നമ്മുടെ മക്കളെ ദൈവചിന്തയിലും നല്ല മനുഷ്യരായി ജീവിക്കുവാനായിട്ട്, നല്ല വ്യക്തികളായി ജീവിക്കുവാനായിട്ട് അവരെ പാകപ്പെടുത്തുകയാണ്. പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നതിലും നല്ലത് നല്ല മനുഷ്യനാകുക. ആ ഒരു സിദ്ധാന്തത്തിൽ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ ദൈവചിന്തയിലേക്ക്, ദൈവവിശ്വാസത്തിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് ഈ അധ്യാപകരും നമ്മുടെ വൈദികരും വളരെ കാര്യമായി തന്നെ അതിന് അവരുടെ സേവനം അനുഷ്ഠിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ ഒത്തിരി ദിവസത്തെ തയ്യാറെടുപ്പുകളാണ് നമ്മുടെ മക്കളെ ഈ പ്രോഗ്രാമിനൊക്കെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത്. എല്ലാ വൈകുന്നേരങ്ങളിൽ അവരെത്തി നമ്മുടെ മക്കളെ അതിനുവേണ്ടി തയ്യാറാക്കുന്നു. തീർച്ചയായിട്ടും അതിനായി സമയം കണ്ടെത്തുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ചേട്ടാ. അടുത്തതായി 6-5 ക്ലാസ്സുകൾക്കായുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനത്തിനായി KCYM പ്രസിഡന്റ് ശ്രീ മിഥുൽ ജോസിനെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി അജിത് സർ, സുജി ടീച്ചർ, ടോണിയ ടീച്ചർ, ഷിബി ടീച്ചർ എന്നിവരെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു. ക്ലാസ് 6B ഫസ്റ്റ് പള്ളിക്കരക്കാരൻ ഡവാൻ ഈവലിൻ റോസ്, സെക്കൻഡ് നടുക്കുടി എൽദോസ് ഇവാഞ്ചലിൻ. അറ്റൻഡൻസ് പ്രൈസ് ചുള്ളി ഷെൽജു നോഹ പോൾ, പാറപ്പുറം ബിജു എഡ്വിൻ, പേരേപ്പാടൻ ജിജോ ലിയോൺ, മണിയച്ചേരി സെബാസ്റ്റ്യൻ അന്ന, നടുക്കുടി എൽദോസ് ഇവാഞ്ചലിൻ, പള്ളിക്കരക്കാരൻ ഡവാൻ ഈവലിൻ റോസ്, പാറപ്പുറം സജീഷ് കാതറിൻ മരിയ, പാറപ്പുറം പൗലോസ് എലീന. ക്ലാസ് 6A ഫസ്റ്റ് പ്രൈസ് പള്ളിക്കരക്കാരൻ സെബി ഷോൺ ചാക്കോ, സെക്കൻഡ് കണ്ണമ്പുഴ ജെയ്സൺ ജൊഹാൻ. അറ്റൻഡൻസ് പ്രൈസ് പള്ളിക്കരക്കാരൻ സെബി ഷോൺ ചാക്കോ, ആപ്പാടൻ ജിജോ ഇവാനിയ, ഓവങ്ങമാലി ബിനു ജോവാന, പാറപ്പുറം ലിജോ ഏഞ്ചൽ സാറ, കണ്ണമ്പുഴ ജെയ്സൺ ജൊഹാൻ.
ക്ലാസ് 5A. ഫസ്റ്റ് നാലുകണ്ടത്തിൽ മാർട്ടിൻ ആൻതരേസ്. സെക്കൻഡ് കണ്ണമ്പുഴ ജെയ്സൺ ജോവാൻ ആൻഡ് ചുള്ളി ജോയ് ആൽബർട്ടോ. അറ്റൻഡൻസ് പ്രൈസ് ചുള്ളി ജോയ് ആൽബർട്ടോ, കണ്ണമ്പുഴ ജെയ്സൺ ജോവാൻ, കോന്നംകുടി സാബു എഡ്വിൻ, പള്ളിക്കരക്കാരൻ സിജൻ ഏനിയാസ്, നാലുകണ്ടത്തിൽ മാർട്ടിൻ ആൻതരേസ്. Class 5B. First, Chulli GB John Paul. Second, Manicheri Bino Amia Mariam. Attendance prize, Maveli John Dion, Parapuram Rijo Fabion, Manicheri Bino Amia Mariam. താങ്ക് യു ടീച്ചേഴ്സ്, താങ്ക് യു ഓൾ. മുൻ ഹെഡ് മാസ്റ്ററും ഇടവകയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും നല്ല കാര്യക്ഷമതയോടെ സേവനമനുഷ്ഠിക്കുന്ന വൈസ് ചെയർമാൻ ബിജു സാറിനെ ആശംസ അർപ്പിക്കുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഡയറക്ടർ റവറൻഡ് ഡോക്ടർ വർഗീസ് പുളിക്കലച്ച, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വരെ നിർമ്മിത ബുദ്ധി കടന്നു കയറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഈശോയുടെ നിരീക്ഷണത്തിലാണ്. എൽഗൻസ 2026 എല്ലാവിധ ആശംസകളും. താങ്ക് യു സാർ. അടുത്തതായി 4-3 ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനത്തിനായി CML പ്രസിഡന്റ് ശ്രീ ജോപോൾ തദേവൂസിനെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി അൻസ ടീച്ചർ, ഷീജ ടീച്ചർ എന്നിവരെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു. ക്ലാസ് 4A. ഫസ്റ്റ് പ്രൈസ് മണവാളൻ ജോയ്സൺ ലയ. സെക്കൻഡ് പ്രൈസ് ആട്ടുകാരൻ ടോമി സെറ മേരി. അറ്റൻഡൻസ് പ്രൈസ് ആട്ടുകാരൻ ടോമി സെറ മേരി, പാറപ്പുറം പൗലോസ് അലീന. Class 4B. First prize, Parapuram Jomon Juvana. Second prize, Palikirakaran Raibin Deis Maria. Attendance prize, Muthedan Joby Johan, Parapuram Sibi Abel, Parambi Devasi Diana, Parapuram Jomon Juvana, Parapuram Joy Hanna, Parapuram Shabi Anamiga. ക്ലാസ് 3A. ഫസ്റ്റ് പ്രൈസ് ചുള്ളി ജിബി ജൊഹാൻ. സെക്കൻഡ് പ്രൈസ് ആട്ടുകാരൻ ദിബു ജുവാൻ റാഫേൽ ആൻഡ് പാറപ്പുറം സാജു ക്രിസ്റ്റൂഡ്. അറ്റൻഡൻസ് പ്രൈസ് ചുള്ളി ജിബി ജൊഹാൻ, മാവേലി ജോമോൻ ജോപോൾ, പാറപ്പുറം പോൾ ഡാർവിൻ, പാറപ്പുറം സാജു ക്രിസ്റ്റൂഡ്, ആപ്പാടൻ ജിജോ ജുവാന, പള്ളുപ്പെട്ട ആന്റണി ജുവൽ. Class 3rd B. First prize പാറപ്പുറം മജേഷ് എയ്ഡൻ. സെക്കൻഡ് പ്രൈസ് 2 കുട്ടികളാണ്, മൂത്തേടൻ ജിൻഡോ ഇസ ഗ്രേസ്, പാറപ്പുറം പ്രിൻസ് ജസ് തെരേസ. അറ്റൻഡൻസ് പ്രൈസ് പാറപ്പുറം ലിജു ക്യാതറിൻ, ആട്ടുകാരൻ ഫെബിൻ സ്റ്റീവ് ജൂഡ്, പാറപ്പുറം മജേഷ് എയ്ഡൻ,
പള്ളിക്കരക്കാരൻ ബിജു ഏഞ്ചലീന. താങ്ക് യു ടീച്ചേഴ്സ്, താങ്ക് യു ഓൾ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ തനിച്ചേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരിക്കാതെ തന്റേതായ ഒരിടം കണ്ടെത്തി ശക്തി ആർജിച്ച് മുന്നേറുവാൻ സഹായിക്കുന്ന യൂത്ത് ഫോറം പ്രസിഡന്റ് ശ്രീമതി ലിസി ജോയെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ ആഘോഷവേളയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ പരിശീലന കാലത്ത് പരീക്ഷകളെ നേരിടാൻ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിശ്വാസത്തിൽ വളർന്ന് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളെ നേരിടാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരുപാട് പ്രബോധനം കൊടുക്കാൻ, അറിവ് പറഞ്ഞു കൊടുക്കാൻ എല്ലാ ടീച്ചേഴ്സിനും കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ പ്രചോദനമാകുന്ന പവർ ഹൗസായി മാറാൻ, അവരുടെ ജീവിതത്തില് വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്ന ടീച്ചർമാരാകാൻ നമ്മുടെ ടീച്ചർമാർക്കും, ഒപ്പം തന്നെ വിശ്വാസത്തിൽ അടിയുറച്ച് വളരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ എന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 10-12 വർഷം മുടങ്ങാതെ പള്ളിയിൽ പോയി വേദപാഠം പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി എന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ദൈവത്തോടുള്ള വിശ്വാസവും സ്നേഹവും കുർബാനയോടുള്ള ഇഷ്ടമൊക്കെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ മക്കളെ സഹായിക്കേണ്ടത് ടീച്ചർമാർ മാത്രമല്ല, നമ്മുടെയും കൂടെ കടമയാണ്. ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയം വരുമ്പോ ദൈവത്തെയും വിശ്വാസത്തെയും ഒക്കെ തള്ളി പറയാതെ, തള്ളിക്കളയാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, മാതാപിതാക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു കുട്ടിക്ക് തീരുമാനം എടുക്കാൻ കഴിയുമ്പോഴാണ് ഈ കൊടുക്കുന്ന മതബോധനം ഒരു പരിധി വരെ വിജയിച്ചു എന്ന് നമുക്ക് ബോധ്യമാവുക. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ഈ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ചേച്ചി. അടുത്തതായി 2-1 ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനത്തിനായി CLC പ്രസിഡന്റ് ശ്രീ ആൽഡ്രിൻ വിൽസനെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി റോസ്ലി ടീച്ചർ, ജിൻസ ടീച്ചർ, സിസ്റ്റർ ആൻഡോ, കൊച്ചിത്രേസ്യ ടീച്ചർ എന്നിവരെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിജയികളെയും ക്ഷണിക്കുന്നു. ക്ലാസ് 2A, ക്ലാസ് ഫസ്റ്റ് പാറപ്പുറം പ്രിൻസ് ഡെറിക് ആന്റോണിയോ, സെക്കൻഡ് പാറപ്പുറം ബൈജു ബെൽവ റോസ്. അറ്റൻഡൻസ് പ്രൈസ് ചുള്ളി ആൻഡോ, പറമ്പി ജോമോൻ ജോഹൻ, ആട്ടുകാരൻ ടോമി ഇസ മേരി, മാവേലി ജോഹൻ ഡയോണ, നടുകുടി എൽദോസ് ആഗ്നസ് അന്ന, വല്ലൂരാൻ ബിനു അമേലിയ റോസ്. എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ. ക്ലാസ് 2B, ഫസ്റ്റ് പാറപ്പുറം മെജേഷ് ആൻഡ്രിയ, സെക്കൻഡ് മൂത്തേടൻ മനോജ് ഇനിക തെരസ്. അറ്റൻഡൻസ് പ്രൈസ് മാവേലി ഫ്രാൻസിസ് ജീവൻ, മൂത്തേടൻ ബൈജു ലൂക്ക, പള്ളുപ്പെട്ട സിജോ സാൻജോ, പാറപ്പുറം ജെയ്സൺ ജോൺ വർഗീസ്, മൂത്തേടൻ മനോജ് ഇനിക തെരേസ, പാറപ്പുറം മെജേഷ് ആൻഡ്രിയ, പാറപ്പുറം സ്റ്റാബി എസ്തേർ. ക്ലാസ് 1A, ഫസ്റ്റ് നാലുകണ്ടത്തിൽ മാർട്ടിൻ എഡ്രിയൻ, സെക്കൻഡ് 2 പേർക്കുണ്ട്. കുത്തൂർ ജിൻഡോ എയ്ഡൻ ക്രിസ്, പാറപ്പുറം ജോയി സാറ. അറ്റൻഡൻസ് പ്രൈസ് നാലുകണ്ടത്തിൽ മാർട്ടിൻ എഡ്രിയൻ, പറമ്പിൽ ജോമോൻ ജോബിറ്റ, പള്ളിപ്പെട്ട ആന്റണി ആദം, പാറപ്പുറം ജോയി സാറ, പാറപ്പുറം അഖിൽ മിക്ക മാരിയ. ക്ലാസ് 1B, ഫസ്റ്റ് മണിയച്ചേരി ബിനോ അനയ, സെക്കൻഡ് 2 പേർക്ക്. താഴത്തുവാഴയിൽ അബിൻ, മെർലിൻ ജസീന്ത, പാറപ്പുറം സനൽ സാൽവിൻ. അറ്റൻഡൻസ് പ്രൈസ് നാലുകണ്ടത്തിൽ സിജോ നഥാൻ, പാറപ്പുറം സനൽ സാൽവിൻ, തെക്കൻ ഓസ്റ്റിൻ അഹാൻ, ചങ്കമച്ചേരിൽ ബിജു ജിയന്ന, മണിയച്ചേരി ബിനോ അനയ, ചുള്ളി ജിസ്മോൻ ജുവാന.
താങ്ക് യു ടീച്ചേഴ്സ്, താങ്ക് യു ഓൾ. അടുത്തതായി കുട്ടികളുടെ ഭാഗത്തു നിന്ന് വിശ്വാസ പരിശീലനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി മുൻ സൺഡേ സ്കൂൾ ലീഡർ കുമാരി ജാനറ്റ് സാജുവിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, പഠനം നമ്മുടെ ബുദ്ധിയെ വളർത്തുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും രൂപപ്പെടുത്തുകയാണ് വിശ്വാസ പരിശീലനം. എലഗാൻസ് 2K26 എന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ വളരെയേറെ പ്രയത്നിച്ച നമ്മുടെ വികാരി അച്ഛനും കൊച്ചച്ഛനും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സംഘാടകർക്കും എല്ലാവിധ നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അവസാനമായി ഈ പരിപാടിയുടെ എല്ലാ വിജയത്തിനും എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഡിയർ. അടുത്തതായി നന്ദി പറയുന്നതിനായി PCC ലീഡർ ശ്രീമതി അനു ആന്റണിയെ ക്ഷണിക്കുന്നു. ആദരണീയായ അധ്യക്ഷൻ റവറ ഡോക്ടർ വർഗീസ് പുളിക്കൽ അച്ഛൻ, ഉദ്ഘാടനം നിർവഹിച്ച റവറ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ട് അച്ഛൻ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ റവറ ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, ബഹുമാന്യ വൈദികരെ, സന്യസ്തരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, ഇന്നത്തെ ഈ അനുഗ്രഹീതമായ വാർഷികാഘോഷ സമാപന വേളയിൽ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്താൻ അവസരം ലഭിച്ചതിൽ ഞാൻ ആദ്യമേ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ആഘോഷങ്ങൾക്ക് സ്നേഹപൂർവ്വം നേതൃത്വം നൽകിയ അധ്യക്ഷൻ റവറ ഡോക്ടർ വർഗീസ് പുളിക്കൽ അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹീതമാക്കിയ റവറ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ട് അച്ഛനും അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ഞങ്ങൾക്ക് ആത്മീയ പ്രചോദനം നൽകിയ റവറർ ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി അച്ഛനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. തങ്ങളുടെ സാന്നിധ്യവും പ്രോത്സാഹനവും കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ ശ്രീ മനോജ് മൂത്തേടൻ MLA, ഫാദർ സിറിൽ കുന്നേക്കാടൻ, ശ്രീ ജെറാർഡ് PP, മറ്റ് കാറ്റീസം പ്രൊമോട്ടേഴ്സ്, സംഘടനാ പ്രവർത്തകർ, കൈക്കാരന്മാർ, സ്കൂൾ ലീഡേഴ്സ്, PCC അംഗങ്ങൾ എന്നിവർക്കും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ഹെഡ് മാസ്റ്റർ ശ്രീ ജെയ്സൺ ജോസഫിനും റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി അനു സ്നാബിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി വിജയകരമാക്കാൻ അശ്രാന്തമായി പ്രവർത്തിച്ച സംഘാടക സമിതി അംഗങ്ങൾക്കും അധ്യാപകർക്കും സിസ്റ്റർമാർക്കും PCC അംഗങ്ങൾക്കും വോളണ്ടിയർമാർക്കും ഗായിക സംഘത്തിനും ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കിയ എല്ലാവർക്കും, കൂടാതെ സ്നേഹപൂർവ്വം പങ്കെടുത്ത എല്ലാ വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വാർഷികാഘോഷം അതിമനോഹരമാക്കാൻ നമ്മുടെ കുട്ടികളെ വിവിധ കലാപരിപാടികൾക്കായി അണിയിച്ചൊരുക്കിയ ആനിമേറ്റേഴ്സിനും ഈ വർഷം +2 പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി അതിമനോഹരമായി ആങ്കറിംഗ് ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്കും ഇതിന് നേതൃത്വം നൽകിയ മേഴ്സി ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. ഇനി ആർക്കെങ്കിലും നന്ദി പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. സ്നേഹമുള്ളവരെ, നമ്മുടെ പൊതുയോഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ മക്കളുടെ കലാവിരുന്ന് ഉടനെ ആരംഭിക്കും. അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്ന് അറിയുന്നു. നമ്മുടെ മക്കള് അവരുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കും. ഉടനെ തന്നെ ഓരോ പരിപാടിയുടെയും ലിസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കും. ആദ്യം ഓർഡർ ഒന്ന് വായിക്കും. അതനുസരിച്ച്
അതാത് ക്ലാസ്സിലെ കുട്ടികള് പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ കൊച്ചുമക്കൾ ഇങ്ങോട്ട് നോക്കിയേ, കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. റെഡിയായോ? ആർ യു റെഡി? യെസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡാൻസ് ഇവിടെ കളിക്കേണ്ടത് കേട്ടോ, സ്റ്റേജിലാണ്, അവിടെയല്ല. അവിടെ ഒന്ന് ഇരുന്ന് ഇച്ചിരി നേരത്തേക്ക് ഇരിക്കി കേട്ടോ. നമ്മുടെ പൊതുസമ്മേളനം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കലാസന്ധ്യ ഇവിടെ ഇത് ആരംഭിക്കുന്നു. ഏകദേശം 300ഓളം കുഞ്ഞുങ്ങൾ ഒരുക്കുന്ന കലാസന്ധ്യയാണ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. കൈയടിച്ച് നമുക്കവരെ പ്രോത്സാഹിപ്പിക്കാം.